ഇതായിരുന്നു പിന്നീടുള്ള കുടുംബം. ആ ചാപ്റ്ററാണ് നമ്മൾ നടത്തിയത്. അപ്പൊ അതുവരെ ഇത് വലിയ കുഴപ്പമില്ലാതെ കൊണ്ടുപോകാൻ സാധിച്ചതിന് അതിന് തന്ന ദൈവത്തിനും എന്റെ സ്പോൺസർമാരെ എല്ലാം നന്ദിപൂർവ്വം സ്മരിച്ചുകൊണ്ട് ഈ ഗ്രൂപ്പിലുള്ളവർ അതിന് സഹകരിച്ചതിനും നിങ്ങളോട് എല്ലാവരോടും ഞാൻ ഒത്തിരി നന്ദിയുള്ളവനാണ്. ബിഗ് ബുക്ക് നമ്മൾ നന്നായിട്ട് സ്റ്റഡി ചെയ്തിരിക്കണം. പിന്നെ ലാഘവത്തോടെ എടുക്കരുത്. ഒരു എല്ലാവരും ഇത് പെട്ടെന്നൊന്നും ഉണ്ടാവുന്നില്ല. എന്നിലൊന്നും ഞാനൊന്നും ഒരു ആദ്യത്തെ വർഷം അല്ലെങ്കിൽ ഒന്നും ഈ ബിഗ് ബുക്ക് സ്റ്റഡിയിലൊന്നും വലിയ താല്പര്യമൊന്നും കാണിച്ചില്ല, മനസ്സിലായില്ല. പക്ഷെ അതിന്റെ ഒരു ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു അത് ഒഴിവാക്കേണ്ടിയിരുന്നായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാനൊക്കെ കാണിച്ച അബദ്ധങ്ങൾ നിങ്ങൾ ആരും കാണിക്കരുത്. പുതുമക്കാരായിട്ടുള്ളവരായാലും പഴമക്കാരായിട്ട് ഇനിയും ബിഗ് ബുക്ക് സ്റ്റഡി ചെയ്യാത്തവരാണെങ്കിലും ഇത് സ്റ്റഡിയിലേക്ക് താല്പര്യം കാണിക്കണം. അപ്പൊ ഇത് നമ്മുടെ അടിസ്ഥാന ഗ്രന്ഥമാണെന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് അതിനകത്തൊരു ഇന്നിപ്പോ കഴിഞ്ഞ ആഴ്ച അവസാനം ഞാൻ പറഞ്ഞിരുന്നു അടുത്ത ആഴ്ച എന്നതിനെ കുറിച്ച് ഇന്നാണ് എന്നോട് ഷിബു പറഞ്ഞത് ഈ ചാപ്റ്റർ പോയിക്കൂടെ എന്നുള്ളത്. അതുകൊണ്ട് ഈ ചാപ്റ്റർ പൊതുവെ ഞാൻ ഒരു ഗ്രൂപ്പിൽ ഞാൻ ഈ സ്റ്റഡി ആയിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്. എന്റെ സ്പോൺസർ അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്റെ ബുക്കിനകത്ത് നോട്ടും ഹൈലൈറ്റും ഒക്കെ ചെയ്ത് അണ്ടർലൈനൊക്കെ ചെയ്തുണ്ട്. പക്ഷെ ഞാനൊരു ഗ്രൂപ്പിൽ സത്യസന്ധമായിട്ട് പറയുകയാണ്, ഞാനൊരു ഗ്രൂപ്പിൽ ഈ ഒരു ചാപ്റ്റർ എടുത്തിട്ടില്ല. അപ്പൊ അതുകൊണ്ടൊരു സ്വല്പം എന്നെ സംബന്ധിച്ചുള്ള സ്വല്പം ഒരു ശ്രമകരമാണ്. പോരാത്തന്നെ ഒരു ഷോർട്ട് നോട്ടീസാണ്. ഞാൻ ഒരു വെൽ പ്രിപ്പയർഡ് ഒന്നുമല്ല. പക്ഷെ എന്നെ സംബന്ധിച്ചോളം ദൈവാനുഗ്രഹത്താൽ ഈ ബുക്ക് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ആ ബുക്കിലേക്ക് ഉള്ള കാര്യങ്ങൾ ഒരു വലിയ തെറ്റുകളും ഒന്നും കൂടാതൊക്കെ പറഞ്ഞു പോകാനായിട്ട് ദൈവം എനിക്ക് ശക്തി തരുന്നുണ്ട്. എന്റെ സ്പോൺസർമാർ തന്ന അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ 10ാമത്തെ ചാപ്റ്റർ തൊഴിലുടമകളോട് സാധാരണഗതിയിൽ ഒരു 99% ആളുകളും ഒഴിവാക്കുന്ന ഒരു ചാപ്റ്ററാണ്. അത് ഭാര്യമാരോട് മുതലുള്ള ചാപ്റ്റർ മുതൽ ഇങ്ങോട്ട് എല്ലാവരും ഒരു സ്വല്പം പഠിയെടുക്കുക. എന്നാൽ ഈ ചാപ്റ്ററുകൾ മറ്റെല്ലാ ചാപ്റ്ററുകളും പോലെ ഇതെങ്ങനെ പ്രവർത്തിക്കുന്നു, ഒരു പരിഹാരമുണ്ട്, മദ്യാസക്തിയെ പറ്റി കൂടുതലും ബില്ലിന്റെ കഥ, ഇതുപോലെ തന്നെ ഈക്വലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ ചാപ്റ്ററിലുണ്ട്. അപ്പൊ അത് മനസ്സിലാക്കണം. അതുകൊണ്ട് അത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ എനിക്കത് ഇതിനകത്ത് വലിയ താല്പര്യം തോന്നി. അതുകൊണ്ട് ഈ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് ഈ തൊഴിലുടമകളോടുള്ള ചാപ്റ്ററുകൾ തൊഴിലുടമകളും ഞാനായിട്ടൊക്കെ എന്താ ബന്ധമെന്നൊക്കെ നമ്മൾ പലർക്കും നമ്മുടെ മനസ്സിലേക്കൊക്കെ വരും. അത് ഒഴിവാക്കണം. അത് വളരെ കാതലായിട്ടുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പൊ ഈ ചാപ്റ്റർ പൂർണ്ണമായിട്ട് എഴുതിയിട്ടുള്ളത് HP എന്ന് പറയുന്ന ഹാങ് ഫി എന്ന് സാധാരണ എല്ലാവരും പറയാറില്ല. അദ്ദേഹത്തിന്റെ ശരിക്കുള്ള ഒഫീഷ്യൽ നെയിം ഹാരി പാൻകസ്റ്റ് എന്നായിരുന്നു. അദ്ദേഹം ജനിച്ചത് മാർച്ച് 13, 1895. അദ്ദേഹം മരിക്കുന്നത് ജാനുവരി 18, 1954. ഇദ്ദേഹത്തിന്റെ ഈ ചാപ്റ്റർ പൂർണ്ണമായിട്ട് എഴുതിയത് അദ്ദേഹമാണ്, കംപ്ലീറ്റ് ആയിട്ട്. അതുപോലെ തന്നെ ഈ ബിഗ് ബുക്കിന്റെ ആദ്യത്തെ എഡിഷൻ ഇറങ്ങുമ്പോൾ ആ എഡിഷനെ മുഴുവൻ എഡിറ്റിംഗ് വർക്ക് ചെയ്യുന്നതിൽ കൂടുതലും ഉള്ള പങ്ക് ഇദ്ദേഹത്തിന്റെ ആയിരുന്നു. ഇദ്ദേഹം അത്രയ്ക്ക് മിടുക്കനായിരുന്നു. വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു, നല്ലൊരു ബിസിനസ്സുകാരനായിരുന്നു. പോരാത്തന്നെ അങ്ങനെ എല്ലാ രീതിയിലും കഴിവ് തെളിയിച്ചൊരു മികവ് ഉള്ള ആളായിരുന്നു. പക്ഷെ ആ കഴിവുകളും ഇദ്ദേഹത്തിന്റെ ജീവിതം പലപ്പോഴും നമുക്ക് ഇതിനകത്ത് ഉദാഹരണങ്ങളായിട്ട് പല കാര്യങ്ങളും കാണാൻ പറ്റും. അദ്ദേഹത്തിന്റെ ജീവചരിത്രമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം ഒരു തുടക്കത്തിൽ തന്നെ പറയുന്നില്ല, ഒരു വലിയൊരു കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന ആളായിരുന്നു. പറയുമ്പോൾ എന്റെ ജീവിതത്തിന്റെ നല്ലൊരു ഭാഗം 1940-ലാണ് ഇദ്ദേഹം 10 വനത്തിൽ വിട്ട് ഇക്കാലത്ത് നിരവധി ബിസിനസ് ഒരാളെ ഞങ്ങൾ അനുസരിക്കുന്നു. 100 കണക്കിന് ആളുകൾ പറഞ്ഞു ചീത്ത വിളിപ്പിച്ചിട്ടുള്ള ആളായിരുന്നു. ഒരു തൊഴിലുടമ കാണുന്ന രീതിയിൽ തന്നെ അയാൾക്ക് മദ്യപനെ അറിയാം. അയാളുടെ ഇപ്പോഴത്തെ ചിന്താഗതി എല്ലാവർക്കും ബിസിനസ്സുകാർക്കും പ്രയോജനപ്രദമായിരിക്കും. പക്ഷെ അയാൾ അങ്ങനെ തന്നെ പറയട്ടെ. അതിനുശേഷമുള്ള ഭാഗത്തുണ്ട് 6600 തൊഴിലാളികൾ പങ്കെടുക്കുന്ന ഒരു കോർപ്പറേഷൻ ഡിപ്പാർട്ട്മെന്റിലെ അസിസ്റ്റന്റ് മാൻ ആയിരുന്ന ഒരു കാലത്ത് ഞാൻ. ഇത് ഹാങ് ഫി ആണ്. എനിക്ക് തോന്നുന്നു സ്റ്റാൻഡേർഡ് ഓയിൽ കമ്പനി എന്നൊക്കെ പറഞ്ഞ ഇപ്പോഴും അമേരിക്കയിലുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ അമേരിക്കയിലുള്ളവർക്ക് അറിയാം. ആ കാലത്തെ വലിയൊരു പ്രശസ്തമായ ഒരു കമ്പനിയിൽ അദ്ദേഹത്തിന് അസിസ്റ്റന്റ് മാനേജറായിട്ടുള്ള ലെവലിൽ ജോലി ചെയ്യണമെങ്കിൽ അത്രയ്ക്ക് കഴിവ് കളിച്ചിരുന്നാണ്. ഏതായാലും അദ്ദേഹത്തിന്റെ കഥയിൽ നമുക്കിത് പല കാര്യങ്ങളും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അദ്ദേഹത്തിന്റെ അനുഭവങ്ങളാണ് ഈ ചാപ്റ്ററിൽ കൂടുതലായിട്ടും മറ്റു ചിലരുടെ അനുഭവങ്ങൾ ഇതിനകത്ത് ചേർത്ത് ചെയ്തിട്ടുണ്ട്.
ആ വ്യക്തി, ഈ ചാപ്റ്റർ ഇത്രയും കഴിവ് കളിച്ച വ്യക്തി ബിഗ് ബുക്ക് പബ്ലിഷ് ചെയ്ത 1939 അദ്ദേഹം 1934 ബിൽ, ന്യൂയോർക്കിലെ ആൽക്കഹോളിക് നമ്പർ 2 ആണ് അദ്ദേഹം. ബിൽ വിൽസന്റെ കൂട്ടത്തില്, ബിൽ വിൽസൺ 12 സ്റ്റെപ്പ് ചെയ്തിട്ട് സോബറായ വ്യക്തിയാണ്, ഓർക്കണം. ആൽക്കഹോളിക് നമ്പർ 2 നമ്മൾ മൊത്തത്തിലെ കൂട്ടമാണ്. ഡോക്ടർ ബോബിന് നമ്പർ 2 ആണ്. അദ്ദേഹം വേറൊരു നഗരത്തിലാണ്, ഓഹയോയിലാണ്. അദ്ദേഹം, ബിൽ വിൽസൺ അമേരിക്കയിൽ ന്യൂയോർക്കിൽ തിരിച്ചു വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ പ്രവർത്തനമായിട്ട് കിട്ടിയ ആദ്യത്തെ വ്യക്തിയായിരുന്നു, അദ്ദേഹത്തിന് കിട്ടിയ സുഹൃത്തായിരുന്നു ഹാങ്ക്. ആ ഹാങ്ക് നമ്പർ 2 ആയിട്ട് വന്നിട്ടുള്ള ഈ ബുക്കില് വേറെയും ചില ഭാഗത്ത് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത്. ഡോക്ടറുടെ അഭിപ്രായത്തില് നിങ്ങൾ അതിലുണ്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കാം. XXV എന്ന് പറഞ്ഞാൽ 25ാമത്തെ റോമൻ ഇതില് അതിനകത്ത് പറയുന്നുണ്ട്. ഇദ്ദേഹത്തെ കുറിച്ചാണ് പറയുന്നത്. 24ന്റെ അവസാനത്തിന്റെ XXIVയുടെ അടിയില് ഈ അനുഭവത്തിന് ഏകദേശം 1 വർഷം മുമ്പ് പഴക്കം ചെന്ന ഒരു മദ്യപാൻ രോഗിയെ ചികിത്സയ്ക്കായി കൊണ്ടുവന്നു. ഡോക്ടർ സിൽക്വർത്തിന്റെ അടുത്തേക്ക് അദ്ദേഹം സിൽക്വർത്ത് പറയുന്നതാണ്. അത് പറയുന്നത് ഹാങ് പിയെ കുറിച്ചാണ്. ഉടലിന്റെ രക്തസ്രാവത്തിൽ നിന്ന് കുറെ ഭേദം കണ്ടു തുടങ്ങിയപ്പോൾ ഇയാൾ രോഗം മൂലം മാനസിക നില തകർന്ന നിലയിലുള്ള ഒരാളായിരുന്നു. ജീവിതത്തിന്റെ വിലമതിക്കാവുന്ന നഷ്ടപ്പെട്ട ഇയാൾ സാധാരണ പറയാൻ പോലെ കുടിക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്നു. ഹാങ് പിയുടെ അവസ്ഥയാണ്. അപ്പൊ ഇദ്ദേഹത്തിന് കുടലില് അൾസർ പോലെയുള്ള ഇതുണ്ടായിട്ട്, പക്ഷെ അതിനുശേഷം ഇംഗ്ലീഷിൽ നമ്മൾ വായിക്കുകയാണെങ്കിൽ പറയുന്നത് മാനസിക നില തകർന്നെന്ന് പറയുന്നുണ്ട്. അത് ഡോക്ടേഴ്സ് ഒപ്പീനിയനില് എനിക്ക് തോന്നുന്നു XXIV ആയിരിക്കും, 29 ആയിരിക്കും. ഫോർത്ത് എഡീഷനിലാണ് ഈ 31 XXI അദ്ദേഹത്തിന് പറയുന്നുണ്ട്. അതിൽ ഡോക്ടർ സിൽക്വർത്തിന്റെ about 1 year prior to this accident, a man was brought to be treated chronic alcoholism. He had but partially recovered from gastric hemorrhage, വയറ്റിലുള്ള രക്തസ്രാവം മൂലം, രക്തസ്രാവം, and seemed to be a case of pathological mental deterioration. മലയാളത്തിൽ അതിന് വാക്കില്ലാത്തതായിരിക്കും, വളരെ ഇതായിട്ട് മലയാളത്തിൽ അത് ലഘുവായിട്ടുള്ള രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ എന്ന് പറഞ്ഞാൽ വെള്ളമടിച്ച് മദ്യപിച്ച് അദ്ദേഹത്തിന്റെ ഒരു ബ്രെയിൻ ഹെമറേജ് തന്നെ സംഭവിച്ചിട്ടുള്ള ഒരവസ്ഥയില് ഒരാളെ സംബന്ധിച്ചോളം ടോട്ടലി ഹോപ്പ്ലെസ് കണ്ടീഷനുള്ള ഒരു വ്യക്തിയായിട്ട് ഈ ഹാങ് പി ഡോക്ടർ സിൽക്വർത്തിന്റെ ട്രീറ്റ്മെന്റ്. അപ്പോ അതിനുശേഷമാണ് അദ്ദേഹം റിക്കവറിയിലേക്ക് വരുന്നത്. പക്ഷേ ഡോക്ടർ സിൽക്വർത്ത് വഴിയായിരിക്കണം ബിൽ വിൽസണ് അയാളായിട്ട് ബന്ധപ്പെടുന്നതും ആയിരിക്കും. അങ്ങനെയുള്ള ഒരു ചാൻസ് തന്നെ ഉള്ളൂല്ലോ. അപ്പൊ അങ്ങനെയാണ് അദ്ദേഹം റിക്കവറിയിൽ വന്നത്. അത്രയ്ക്ക് കഴിവ് തെളിച്ച വ്യക്തിയായിരുന്നു ഇദ്ദേഹം. ബുക്ക് അദ്ദേഹം 1934 ബുക്ക് സോബറായി ബിഗ് ബുക്ക് പ്രസിദ്ധീകരിക്കുന്നത് 1939. അപ്പൊ 5 വർഷത്തെ ആ ബിഗ് ബുക്ക് പ്രസിദ്ധീകരിച്ച അതേ വർഷം തന്നെ അദ്ദേഹം റിലാപ്സ് ആയതിനു ശേഷം അദ്ദേഹം ഒരിക്കലും തിരിച്ചു വന്നിട്ടില്ല. ലേക്ക് വരാതെ കുടിച്ച് മരിക്കുകയാണ് ചെയ്തത്. അദ്ദേഹം മരിക്കുന്നത് 1954. അപ്പൊ ബിഗ് ബുക്ക് പ്രസിദ്ധീകരിച്ച് 15 വർഷം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം മരിക്കുന്നത്. ആ 15 വർഷം അദ്ദേഹത്തിന് തിരിച്ചു വരാൻ സാധിച്ചില്ല. ഈ ഇത്രയും വളരെ നല്ല രീതിയിൽ ഒരു ചാപ്റ്റർ ഉണ്ടാക്കിയ ഹാങ് പിക്ക് തിരിച്ചു വരാൻ സാധിച്ചില്ല. അപ്പൊ നമ്മള് എത്രമാത്രം തീവ്രമായ ഒരു രോഗത്തിന് അടിമകളാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ ചാപ്റ്ററൊക്കെ നമ്മൾ ഇതിനെക്കുറിച്ചുള്ള കുറച്ച് ഈ ഹിസ്റ്ററി റിക്കർവേഷൻ നിങ്ങളുടെ ഈ ഗ്രൂപ്പിൽ ആരെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടോ? ഷിബു കൊടുക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് അല്ലെങ്കിൽ റൈറ്റിംഗ് ദ ബിഗ് ബുക്ക് എന്നുള്ള ബുക്ക് വെച്ചാൽ ഇതൊക്കെ ഇവിടെ എടുത്തതല്ല. അതിനകത്തൊക്കെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും തീർച്ചയായിട്ടും. അപ്പൊ പക്ഷെ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നതെന്ന് വെച്ചാൽ ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം ആയതുകൊണ്ടാണ് ഞാൻ ഇതിനെ കുറിച്ച് കൂടുതൽ പറയുന്നത്. വളരെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നതാണ്. അപ്പൊ ഇത് എഴുതിയ വ്യക്തി പോലും റിലാപ്സ് ആയിട്ട് പിന്നെ തിരിച്ചു വന്നിട്ടില്ല. അദ്ദേഹത്തിന്റെ സ്റ്റോറി ബിഗ് ബുക്കില് ഫസ്റ്റ് എഡീഷനിലുണ്ട്. ആദ്യം ഇറങ്ങിയ ബിഗ് ബുക്കില് ഫസ്റ്റ് എഡീഷനിൽ ദ അൺബിലീവർ എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റോറി ഉണ്ട്. അത് ഫസ്റ്റ് എഡീഷനുള്ളവരെ നോക്കി കഴിഞ്ഞാൽ കയ്യിലുള്ളവർ
അതിപ്പോഴും ഫസ്റ്റ് എഡിഷൻ അവൈലബിൾ ആണ്. വേറെ പബ്ലിഷേഴ്സ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. കാരണം ഫസ്റ്റ് എഡിഷൻ കോപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് അത് കോപ്പറേറ്റ് ചെയ്തിരുന്നത്, അത് കൊടുത്തിരുന്ന ഒന്നൊരു പബ്ലിഷ് ചെയ്തൊരു ബില്ലും ഹാങ്ക്വർക്കിന് കൂടി ഒരു കമ്പനി രൂപീകരിച്ചു. ആ കമ്പനി വഴിയായിട്ടും പബ്ലിഷ് ചെയ്തു. പിന്നെ ഹാർപ്പർ, നിങ്ങൾക്കറിയാലോ, അമേരിക്കയിലുള്ളൊരു പ്രശസ്തമായ ഒരു പബ്ലിഷിംഗ് കമ്പനിയാണ് ഹാർപ്പർ. ഇപ്പൊ ഹാർപ്പർ കോളിൻസ് എന്നാണ്. ഹാർപ്പർ പബ്ലിഷിംഗ് കമ്പനി എന്ന് പറഞ്ഞ കമ്പനിയിൽ വഴിയായിട്ടാണ് ബിഗ് ബുക്ക് ഇറങ്ങിയത്. അപ്പൊ അതുമായിട്ടൊക്കെ ഉള്ള ചില സ്വരച്ചേർച്ചയില്ലായ്മ വന്നുകൊണ്ടാണ് ഇദ്ദേഹത്തിന് ഒരു റിലാപ്സിലേക്കൊക്കെ പോയത്, ബില്ലുമായിട്ട് ഐക്യപ്പെടുവാതിലേക്ക്. ഇതാണ് നമ്മുടെ നമുക്ക് ഒരിക്കലും വി കനോട്ട്, നമ്മൾ പറയത്തില്ല, സെൽഫിഷ്നെസ് ആൻഡ് സെൽഫ് സെന്റേഡ്നെസ് ഈസ് ദ റൂട്ട് കോസ് ഓഫ് അവർ, നമ്മുടെ മൂല കാരണം സ്വാർത്ഥത, സ്വകേന്ദ്രീകൃതം. അതുപോലെ റിസെന്റ്മെന്റ് ഈസ് ദ നമ്പർ 1 ഒഫൻഡർ. ഇതേ ചാപ്റ്ററിൽ നമ്മൾ മോർ അബൌട്ട് ആൽക്കഹോളിസത്തിലാണ് ദർ ഇസ് എ സൊല്യൂഷൻ പറയുന്നത്. റിസെന്റ്മെന്റ്, വിദ്വേഷമാണ് പ്രധാന ശത്രു. പിന്നെ വേറെ സ്ഥലത്ത് പറയുന്ന ദേഷ്യം, ആങ്കർ ഈസ് പോയിസൺ. ദേഷ്യം എന്ന് പറയുന്നാൽ ഒരു ആൽക്കഹോളിക്കിനെ സംബന്ധിച്ചിടത്തോളം വിഷമാണ്. സാധാരണക്കാർക്ക് അതൊരു അസ്പഷ്ടമായ ആഡംബരമാണ്. For common people, it is a dubious luxury for common people. But alcoholic, it is poison. ഇതിന്റെ ഈ റിസെന്റ്മെന്റ്, സെൽഫ് സെന്റേഡ്നെസ്, സെൽഫിഷ്നെസ്, ആങ്കർ, ഇതെല്ലാം കൂടി സമ്മിശ്രമായിട്ട് അദ്ദേഹത്തിന്റെ റിക്കവറിയിലേക്ക് വന്നതുകൊണ്ട് വേണം കുടിച്ചു മരിക്കുന്നത്. അത് ബിഗ് ബുക്കിന്റെ ലിയയുടെ പബ്ലിക്കേഷനിലൊന്നും അദ്ദേഹത്തെ കുറിച്ചുള്ള വേറെ കാര്യമായിട്ട് എഴുതിയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ലോയിസ് റിമെമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് ലോയിസ് വിൽസന്റെ ഒരു ബുക്കുണ്ട്. അതേ ലോയിസിന്റെ ഡയറിയിലാണ്. അതിനകത്ത് ലോയിസ് ആണ് ഈ കാര്യങ്ങൾ എഴുതിയിരിക്കുന്നത്, അദ്ദേഹത്തിന്റെ റിലാപ്സ് ആയതിനെ കുറിച്ചൊക്കെ പറയുന്നത്. എനിവേ, അപ്പൊ ഇത് പറയാനുള്ളതിന്റെ കാരണം നമ്മളൊക്കെ ഓർക്കണം, നമ്മൾ കുറച്ച് നാളത്തെ സോബറേറ്റീവ് അല്ലെങ്കിൽ മദ്യത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്നതുകൊണ്ട് നമ്മുടെ ഈ രോഗം നമ്മൾ മാറി നമ്മൾ ഒരിക്കലും കരുതരുത്. അപ്പൊ അതിനെ കുറിച്ചുള്ള ഒരു ബോധ്യം കൊണ്ടാണ് ഈ വ്യക്തി കുടിച്ചാണ് മരിച്ചെങ്കിൽ പോലും ഒരുപക്ഷെ നമുക്ക് അദ്ദേഹത്തോട് നന്ദിയുള്ള ഉണ്ടായിരിക്കണം. കാരണം ഈ ബുക്ക് എഡിറ്റ് ചെയ്തതിന്, ഈ ചാപ്റ്റർ എഴുതിയതിന്, അതിനകത്തേന് അദ്ദേഹത്തിന്റെ ഒരു മരണത്തെക്കുറിച്ച് എന്ത് പറയാനെന്ന് വളരെ വേദനാജനകമായ ഒരു മരണം. ഇത്രയൊക്കെ എഐക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള വ്യക്തിക്ക് പറ്റിയതിന്റെ ഇതേ കാരണങ്ങളുണ്ട്. അതുകൊണ്ട് ഒരിക്കലും നമ്മളുടെ എന്നും ജീവിതത്തിൽ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും ഞാൻ പറയുകയാണ്, ടേക്ക് എ സ്പോൺസർ. സ്പോൺസറുടെ സഹായത്താൽ ഈ പ്രോഗ്രാമിലേക്ക് പ്രാക്ടീസ് ചെയ്യണം. ഒരു കാരണവശാലും വിദ്വേഷത്തിനെ വളർത്താൻ നമ്മൾ ഒരു സെറ്റ് കൊടുക്കരുത്. ഒരാളെ ഉള്ളിലും വിദ്വേഷം വരാൻ പാടില്ല. നമ്മൾ ഇരിക്കുന്ന നമ്മുടെ ഇപ്പൊ മീറ്റിംഗിൽ എന്നെ കേൾക്കുന്നവരോട് ഞാൻ ഉൾപ്പെടലുണ്ട്. ഒരിക്കലും ദേഷ്യഭാവം പാടില്ല. അപ്പൊ ദൈവം തന്ന ഒരു പുതിയൊരു ജീവിതമാണത്. ആ ജീവിതത്തിൽ അതിൻ്റെതായിട്ടുള്ള ചിട്ടകളോടെ ജീവിച്ചില്ലെങ്കിൽ പതനം ഉറപ്പാണ്. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് അദ്ദേഹം. അത്രയ്ക്ക് കഴിവ് തെളിയിച്ച ഒരാളല്ലായിരുന്നു അദ്ദേഹം. അപ്പൊ ഈ ചാപ്റ്ററിലേക്ക് നമ്മൾ കിടക്കുകയാണ്. കുറച്ചു മുമ്പാണ് ശ്രീബോധനോട് മുഴുവനായിട്ട് എടുക്കാവുന്നുള്ളത്. ഞാൻ വിചാരിച്ചൊന്ന് ഇന്നത്തെ ദിവസം കൊണ്ട് അത് ബ്രീഫായിട്ട് പറഞ്ഞു പോകുന്നതാണ് വിചാരിച്ചത്. ഏതായാലും ഞാൻ ഒരു ശ്രമം നടത്താം. ഓക്കെ, നമുക്ക് കഴിയുന്നിടത്തോളം ഞാൻ ഇതുകൊണ്ട് പോകാൻ മുഴുവനായിട്ട് എടുക്കാൻ തന്നെ ശ്രമിക്കാം. അതിനകത്ത് 140ാമത്തെ പേജിലാണ് ഇതുള്ളത്, ഞാൻ പറഞ്ഞില്ല. അപ്പൊ അതിനകത്ത് രണ്ടാമത്തെ പാരഗ്രാഫിൽ 6600 തൊഴിലാളി പങ്കെടുത്തിരുന്ന ഒരു കോർപ്പറേഷൻ ഡിപ്പാർട്ട്മെന്റിലെ അസിസ്റ്റന്റ് മാനേജറായിരുന്നു ഒരു കാലത്ത്. ഒരു ദിവസം എന്റെ സെക്രട്ടറി എന്നോട് പറയുന്നു, ഒരു മിസ്റ്റർ ബി എന്നെ കാണണമെന്ന് പറഞ്ഞൊരു അദ്ദേഹം നിർബന്ധം പിടിക്കുന്നു. പക്ഷെ എന്താണ് പറഞ്ഞത്, പുള്ളി സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ഒരു ലേഡിയാണല്ലോ, അതുകൊണ്ടാണ് പറയുന്നത് എനിക്കത് താല്പര്യമെന്ന് ഞാൻ അവളോട് പറഞ്ഞു. ഞാൻ പലതവണ അയാളെ അപ്പൊ മിസ്റ്റർ ബി എന്ന് പറയുന്ന ആള് മിസ്റ്റർ ബി, അപ്പൊ അത് ഇദ്ദേഹത്തിന് അറിയാം മിസ്റ്റർ ബി വന്നിട്ട് കാണണം എന്ന് പറഞ്ഞപ്പോ ഇയാൾ വിചാരിക്കുന്നത് വേറൊരു ബി ആണ്, അദ്ദേഹത്തിന്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു ബി ആണ്. പക്ഷെ സെക്രട്ടറി വീണ്ടും വന്നിട്ട് സംസാരിക്കാനല്ല പറയുന്നത്. അപ്പൊ ഫോണിൽ കാണണമെന്ന് വെച്ചിട്ട് ഫോൺ, അത് കഴിഞ്ഞിട്ട് പിന്നീട് വന്നിട്ട് പറയുന്നുണ്ട് കാരണം ഇദ്ദേഹത്തെ കാണാൻ താല്പര്യമില്ലാത്തത് അയാൾക്ക് അതിൽ താല്പര്യമില്ല ഉള്ളത്. ഞാൻ പലതവണ അയാളെ ഓൺ ചെയ്ത് ട്രാക്ക് ചെയ്തിട്ടുണ്ട്, അയാൾക്ക് ഇനി ഒരു അവസരം കൂടിയില്ല. ഏതാനും ദിവസം മുമ്പ് ഒരു ദിവസം ഹാർട്ട്ഫോർഡ് എന്ന സ്ഥലത്ത് വെച്ച് അയാൾ അടുപ്പിച്ച് 2 ദിവസം എന്നെ വിളിച്ചിരുന്നു. അയാളുടെ ജോലി ചെയ്യുന്ന വിളിച്ചിരുന്നു.
മൂക്കറ്റം കുടിച്ചിരുന്ന അയാൾക്ക് സംസാരിക്കാൻ തന്നെ കഴിയില്ല. അയാൾ എന്നേക്കും ആ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഫോണിൽ വിളിക്കുന്ന മിസ്റ്റർ ബി അല്ലായിരുന്നു എന്റെ സെക്രട്ടറി എന്ന് പറഞ്ഞു. അയാളുടെ സഹോദരനായിരുന്നു വിളിച്ചത്. ബി എന്നുള്ള ടൈറ്റിൽ എല്ലാവരും ഉപയോഗിക്കുന്നില്ല. അപ്പൊ മിക്കവാറും എന്തെങ്കിലും ഒരു പേരായിക്കോട്ടെ. അപ്പൊ ബി, അപ്പൊ അത് അദ്ദേഹം അല്ല, ആ ബി അല്ല, അദ്ദേഹത്തിന്റെ സഹോദരനാണ് വിളിക്കുന്നത്. അത് ആ ഫോൺ എടുത്തപ്പോ അദ്ദേഹത്തെ വളരെ തരിച്ചിരുന്നു പോകുന്ന ഒരു വളരെ ഹൃദയസ്പർശിയായിട്ടുള്ള ഭാഗമാണ് എടുത്തു വന്നത്. അയാൾക്ക് എന്നെ ഒരു വിവരം ധരിപ്പിക്കാൻ, അയാളുടെ അനുജന് ഒരു വിവരം ധരിപ്പിക്കാൻ. ഞാൻ അപ്പോഴും കരുതുന്നത് അയാൾ കാരുണ്യ അപേക്ഷിച്ച് വന്നിരിക്കുന്നതാണ്. പക്ഷെ അദ്ദേഹത്തിന് മനസ്സിൽ അപ്പോഴും ഇരിക്കുന്ന ഈ ചേട്ടൻ ബി ആണ്, അദ്ദേഹം എന്തോ അപേക്ഷിക്കാനായിട്ട് വന്നിരിക്കുന്നത്. പക്ഷെ ഫോണിൽ നിന്ന് അത് ഫോൺ എടുത്ത് സംസാരിക്കാനായിട്ട്, പക്ഷെ റിസീവറിൽ നിന്ന് കേട്ട ശബ്ദം താഴെ പ്രകാരമാണ്. കഴിഞ്ഞ ശനിയാഴ്ച ഹാർട്ട്ഫോർഡിൽ വെച്ച ഒരു ഹോട്ടലിന്റെ ജനലിലൂടെ പോൾ എടുത്തിയാണ്. നമ്മൾ ശ്രദ്ധിക്കണം. രണ്ടാഴ്ച ഏതാനും ദിവസം ഹാർട്ട്ഫോർഡ് എന്ന സ്ഥലത്ത് നിന്ന് അടുപ്പിച്ച് 2 ദിവസം വിളിച്ചിരുന്നു. മൂക്കറ്റം കുടിച്ചിരുന്നുണ്ട്, സംസാരിക്കാൻ കഴിഞ്ഞില്ല. അതേ സ്ഥലത്താണ് അദ്ദേഹം. ഒരുപക്ഷെ ഇദ്ദേഹത്തിന് ഫോണിൽ വിളിച്ച് സംസാരിച്ചതിനൊക്കെ ശേഷമായിരിക്കണം ഹോട്ടലിന്റെ ജനലിലൂടെ പോൾ എടുത്തു ചാടി. പോൾ ബി, ബി എന്നുള്ളതില്ല, പോൾ ബി എടുത്തു ചാടി എന്ന വിവരം പറയണമെന്ന് മാത്രമേ എനിക്കുള്ളൂ. എന്റെ ചേട്ടൻ ആത്മഹത്യ ചെയ്തിരിക്കുന്നു. പക്ഷെ അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങളാണ് ഏറ്റവും നല്ല ഒരു ബോസ് യജമാനിൽ നിന്നും യാതൊരു രീതിയിലും നിങ്ങളെ കുറ്റപ്പെടുത്തുമെന്നും. അയാൾ ഹാർട്ട്ഫോർഡിലേക്ക് പോകുമ്പോൾ ഒരു കത്ത് എഴുതി വെച്ചിരുന്നു. അപ്പൊ കുടിച്ച് മരിക്കാനായിട്ട് പോകുമ്പോൾ ഈ ഹാർട്ട്ഫോർഡ് സിറ്റിയിലേക്ക് പോകുന്നതിന് മുമ്പ് അദ്ദേഹം ഒരു എഴുത്തെഴുതി വെച്ചിട്ടുണ്ട്, എന്റെ ബോസ് വളരെ നല്ല മനുഷ്യനാണ്, എന്റെ മരണത്തിൽ ഒരിക്കലും എന്റെ ബോസിനെ കുറ്റപ്പെടുത്തുന്നു. യു സി, എത്ര ഹൃദയഭേദകമായിരിക്കും അത് കേൾക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം. ആൽക്കഹോളിക് നമ്മളെല്ലാം ശരിക്കും കഴിവ് തെളിച്ചവരാണ്. പക്ഷെ മദ്യത്തിന്റെ ആ എന്താന്ന് പറയുന്ന ഒരു പിടി നമുക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ വരിഞ്ഞു മുറുക്കുകയാണ് ചെയ്യുന്നത്. ഇത്രയ്ക്ക് നല്ലൊരു എംപ്ലോയി, നല്ലൊരു വർക്ക് ചെയ്യുന്ന ഒരാള് എഴുതി വെച്ചിട്ട് മരിക്കുകയാണ്. അദ്ദേഹത്തോട് കുടിച്ചതിന് ശേഷം വിളിച്ചതിന് ശേഷം അദ്ദേഹം വളരെ അദ്ദേഹത്തിന് മോശമാറി ഈ ബോസ് പെരുമാറിയിട്ടാണ്. ആ മനുഷ്യന്റെ ഉള്ളിൽ അപ്പോഴും യാതൊരു ഇല്ലാതെ ആ മദ്യപാനി ശുദ്ധമായിട്ട് വളരെ നല്ല മനസ്സോട് മരിച്ചിട്ടാണ് മരിക്കുന്നതിന് മുമ്പ് എഴുതി വെച്ചിട്ടാണ് പോയത്. അപ്പോൾ ഈ കഥയിലെ ഈ ചാപ്റ്ററിലെ 1ാമത്തെ ആത്മഹത്യയുടെ കഥയാണിത്. സൂയിസൈഡ് നമ്പർ 1. അടുത്തതിലേക്ക് പോവാം. മറ്റൊരവസരത്തിൽ എന്റെ മേശപ്പുറത്തിരുന്ന ഒരു കത്ത് ഞാൻ തോന്നപ്പോൾ ഒരു പത്രത്തിന്റെ കഷ്ണം താഴെ വീണു. അതെനിക്കുണ്ടായിരുന്ന ഏറ്റവും നല്ല സെയിൽസ്മാന്റെ ചരമക്കുറിപ്പായിരുന്നു. ഈ കമ്പനിയിൽ, സ്റ്റാൻഡേർഡ് ഓയിൽ കമ്പനി, അവിടെ ജോലി ചെയ്തിരുന്ന ഹാങ്ക് എന്നോട് അസിസ്റ്റന്റ്മാർ, ഈ ഹാങ്ക് എഴുതുന്നയാളെന്നോട് അസിസ്റ്റന്റ്മാരാണ്. അദ്ദേഹത്തിന്റെ ഒരു കവർ എന്തെടുത്തപ്പോ ഒരു പത്രത്തിന്റെ കഷ്ണം താഴെ വീണു. അതിനകത്ത് നോക്കിയപ്പോ അതിനകത്ത് അദ്ദേഹത്തിന്റെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന സെയിൽസ്മാന്റെ മരണ വാർത്തയെ കുറിച്ച് നമ്മൾ പത്രത്തിലൊക്കെ ലോപിച്ചോടി എന്ന് പറഞ്ഞിട്ട് 2 ആഴ്ച തുടരെ കുടിച്ചതിന് ശേഷം അയാളുടെ കാലിന്റെ പെരുവിരൽ ഒരു നിറച്ച തോക്കിന്റെ കാഞ്ചിയിലും തോക്കിന്റെ കുഴലറ്റം അയാളുടെ വായ്ക്കകത്തും വെച്ച് നിറയൊഴിച്ചു. 6 ആഴ്ചക്ക് മുമ്പ് ഞാൻ അയാളെ കുടിക്കുന്നതിൽ പിരിച്ചുവിട്ടിട്ടുണ്ട്. ആലോചിച്ചു നോക്കി. കാലിന്റെ പെരുവിരൽ വെച്ചിട്ട് കാഞ്ചിയിൽ വെച്ചിട്ട് ചവിട്ടിയിട്ട് വായിലേക്ക് തോക്ക് വെച്ചിട്ട് വെടിവെക്കാനുള്ള ചങ്കൂറ്റം മദ്യപാനികൾക്കല്ലാതെ ആർക്കുണ്ടാവും? അദ്ദേഹത്തിന് ആരെ ഞെട്ടലുണ്ടാക്കിയിരുന്നു. കാരണം അദ്ദേഹത്തെ ജോലിയിൽ നിന്ന്, അദ്ദേഹത്തിന്റെ കുടി കാരണം നമ്മുടെ ഹാങ്ക് അദ്ദേഹത്തെ പിരിച്ചുവിട്ടിരുന്നു. സൂയിസൈഡ് നമ്പർ 2. മറ്റൊരു അനുഭവം, വളരെ ദൂരെ വെർജീനിയ നിന്നൊരു സ്ത്രീയുടെ ദുർബലമായ ശബ്ദം ഒഴിയെത്തി. അവൾക്ക് അറിയേണ്ടിയിരുന്നത് അവളുടെ ഭർത്താവിന്റെ കമ്പനി ഇൻഷുറൻസ് ഇപ്പോൾ നിലവിലുണ്ടെന്നായിരുന്നു. അന്നേക്ക് 4 ദിവസം മുമ്പ് അയാളുടെ വീടിനോട് ചേർന്നുള്ള വിറക് പുരിയിൽ തൂങ്ങിച്ചത്തിരുന്നു. ഒരു ഭാര്യ വിളിച്ചിട്ട് ചോദിക്കുകയാണ് അദ്ദേഹത്തിന്റെ പേരിൽ ഇൻഷുറൻസ് നിലവിലുണ്ടോ എന്നുള്ളത്, ആ കമ്പനിയിൽ ഇൻഷുറൻസ് ഉണ്ടോ എന്നുള്ളത്. ചോദിച്ചപ്പോൾ അറിയുന്ന എന്താണ്, 4 ദിവസം മുമ്പ് ഈ വ്യക്തി അദ്ദേഹത്തിന്റെ വീടിനോട് ചേർന്നുള്ള വിറക് പുരിയിൽ തൂങ്ങിച്ചത്തിരുന്നു. സൂയിസൈഡ് നമ്പർ 3. അയാൾ വളരെ സമർത്ഥനും ജാഗ്രതയുള്ളവന് ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഓർഗനൈസറുമായിരുന്നു. അമിത മദ്യപാനം, അമിതമായ കുടിമൂലം അയാളെ പിരിച്ചുവിടാൻ ഞാൻ നിർബന്ധിതനായി. വളരെ ഓർഗനൈസറാണ്, നല്ല എംപ്ലോയി ആണ്, ക്വാളിഫൈഡ് ആണ്, കഴിവ് തെളിച്ചയാളാണ്. പക്ഷെ
പൊടി കാരണം അദ്ദേഹത്തെ പിരിച്ചുവിടാനായിട്ട് നിർബന്ധിതനായി. കുറച്ച് നാളുകൾക്ക് ശേഷം, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എന്താണ്, തൂങ്ങി മരിക്കുന്നു വീടിന്റെ അടുത്തുള്ള വിറക് പേരയിൽ. അപ്പൊ 3 സൂയിസൈഡ് നോട്ട് ആണ് തുടക്കത്തിൽ തന്നെ ഈ ചാപ്റ്റർ പറയുന്നത്. എല്ലാവരും കഴിവ് കളിച്ച ജോലിക്കാരാണ്, ജോലി ചെയ്തിരുന്നവരാണ്. സോ നമ്മൾ ഇതിനെക്കുറിച്ച് വളരെ ചിന്തിക്കണം. നമ്മളാരും വ്യത്യസ്തരല്ലെന്ന് ഓർക്കണം. നമ്മളാരും ഇതിൽ നിന്ന് വ്യത്യസ്തരല്ല. ഈ 3 വ്യക്തികൾ നമുക്ക് വേണ്ടിയിട്ട് അവരൊക്കെ മരിച്ചു എന്ന് നമ്മൾ കരുതണം. അപ്പൊ ഈ പ്രോഗ്രാം നിലനിന്ന് പോകും. നമ്മുടെ ആൽക്കഹോളിക്സ് അനോണിമസ് എന്നുള്ള ഈ പ്രോഗ്രാം നിലനിന്ന് പോകണമെങ്കിൽ ഞാൻ ഇതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. ഞാൻ ഈ പ്രോഗ്രാം പ്രാക്ടീസ് ചെയ്തിരിക്കണം. ഞാൻ ഇത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമാണ് വേറൊരാളെ നമുക്ക് സഹായിക്കാൻ സാധിക്കുള്ളൂ. ഇതിന്റെ എത്രമാത്രം ഇതിന്റെ ഇമ്പോർട്ടൻസ് ഉണ്ടെന്നുള്ളത് നമ്മളെല്ലാവരും മനസ്സിലാക്കും. സോ അതിനകത്ത് വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പിന്നീട് ഹാങ്ക് എഴുതുകയാണ്. ഈ 3 പ്രത്യേക മനുഷ്യർ ലോകത്തോട് വിട പറഞ്ഞ്. എന്തുകൊണ്ടെന്നാൽ എനിക്കറിയാവുന്നതുപോലെ മദ്യപാനാസക്തി എന്നത് രോഗമായിരുന്നെന്ന് അവർക്കറിയില്ലായിരുന്നു. അപ്പൊ അതൊന്ന് ആലോചിച്ച് നോക്ക്. ഈ കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഹാങ്കിന് പോലും അദ്ദേഹത്തിന്റെ കൂടെയുള്ള ഒരാളെ കുറിച്ച് അത് പറഞ്ഞ് കൺവിൻസ് ചെയ്യാനായിട്ടൊന്നും സാധിച്ചിട്ടില്ല. ഒന്ന് തുടങ്ങിയിട്ടുള്ളൂ. ഹാങ്ക് ഒരുപക്ഷെ സോബറാണ്. കാരണം ഈ ബുക്ക് എഴുതുന്ന സമയത്ത് ഹാങ്ക് സോബറാണ്. അപ്പൊ ഇന്നും ഇരുളിൽ തപ്പുന്ന ഒരു കാലഘട്ടമാണെന്നുള്ള. ഇന്ന് എത്ര വർഷം കഴിഞ്ഞിരിക്കുന്നു? 85 86 വർഷം. ഇന്നും ഇരുളിൽ തപ്പുകയാണ് മനുഷ്യൻ. ആൽക്കഹോളിസം ഒരു രോഗമാണെന്ന് ലോകത്തിനോട് പറഞ്ഞ് കൺവിൻസ് ചെയ്യാനായിട്ട് ഇന്നും നമുക്ക് വളരെ വളരെ കുറച്ച് പേർ മാത്രമേ സാധിച്ചിട്ടുള്ളൂ. വളരെ കുറച്ച്. ഒരുപക്ഷെ വെസ്റ്റേൺ അമേരിക്കയിലും UK ഒക്കെ എനിക്ക് തോന്നുന്ന അവിടെ കുറച്ചുകൂടെ ഒരുപാടുണ്ട്. പക്ഷെ ഇന്ന് നമ്മുടെ ഇന്ത്യയില് നമ്മൾ വളരെ കുറച്ച് ആളുകളിലേക്ക് ഇത് മെസ്സേജ് കൺവേ ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ. ഇന്നും പലപ്പോഴും അതിനകത്തൊരു നമ്മളുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റുണ്ട്. ശരിയായിട്ടുള്ള രീതിയിൽ ഇതിന്റെ മെസ്സേജ് കൺവേ ചെയ്യാനായിട്ട് നമ്മൾ മദ്യപാനികൾക്ക് സാധിച്ചിട്ടില്ല. അവരവരുടെ ജീവിതമാണല്ലോ. ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു സോബറേറ്റി ഇന്ത്യയിൽ വളരെ കുറവാണ്. 50 വർഷം കഴിഞ്ഞവരോ 40 വർഷം കഴിഞ്ഞവരൊക്കെ വളരെ കുറച്ചുള്ളൂ. 25 വർഷം കഴിഞ്ഞവരോ അതിനെ കുറച്ചുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇന്ന് അതിനനുസരിച്ച് പിന്നെ ഈ റിക്കവറിയിൽ വന്നതിന് ശേഷം എവിടെയോ റിക്കവറി വന്ന ആളുകളൊക്കെ എത്രമാത്രം, ഞാൻ ഉൾപ്പെടെ എത്രമാത്രം വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളതിനെ കുറിച്ച് നമ്മൾ 15 വർഷമാണ് ഡോക്ടർ ബോബ് സോബറായിട്ടിരുന്നിട്ടുള്ളൂ. 15 വർഷത്തിലെ പുള്ളി 5000 പേരെ 12 സ്റ്റെപ്പ് ചെയ്തു. 15 വർഷം 5000 പേര്. അപ്പൊ എത്രമാത്രം ടൈം അദ്ദേഹം 5000 പേരുമായിട്ട് ആ കാലത്ത് പറഞ്ഞ് മനസ്സിലാക്കി അവരെ മീറ്റിങ്ങിലേക്ക് പറഞ്ഞുകൂടെ അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റ്. അദ്ദേഹം ട്രീറ്റ്മെന്റ് അതിന്റെ ഇവിടെ നടത്തിയിരുന്നു. സൗജന്യമായിട്ട് മദ്യപാനികൾക്കൊക്കെ ആരോഗ്യ പ്രശ്നം ഉണ്ടായിരുന്നു. 15 വർഷം കൊണ്ട് 5000. ഞാനിന്ന് 28 വർഷം കഴിഞ്ഞ് 29 വർഷം കഴിഞ്ഞിട്ട് 29ലേക്ക് എത്താൻ പോകുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ ഒരു 500 പേരോട് മാക്സിമം ഞാൻ മെസ്സേജ് പാസ് ചെയ്തിട്ടുണ്ടാവും, സ്റ്റെപ്പിംഗ് ചെയ്തിട്ടുണ്ടാവും. എത്രമാത്രം ഒരു ദയനീയമായിട്ടുള്ള അവസ്ഥയായിരിക്കും ഓരോരുത്തരുടെ. അത് ഞാൻ വളരെ ആക്റ്റീവായിട്ട് ഉള്ള കാലം മുഴുവൻ ആക്റ്റീവായിട്ട് നിന്നിട്ടുള്ളൂ. എന്നിട്ട് പോലും, കാരണം ഇന്ന് നമ്മളെല്ലാം സ്വാർത്ഥതയിൽ നിന്ന് നമ്മൾ വിട്ടുപോകാനായിട്ട്, നമ്മുടെ പ്രശ്നം സ്വാർത്ഥത എന്ന് പറഞ്ഞാലും സ്വാർത്ഥത എന്ന് പറഞ്ഞൊരു കാര്യത്തിലേക്ക് നമ്മൾ കള്ളടിച്ച് ബോധം കെട്ട് ആഴ്ചകളോളം ജോലിക്ക് പോകാതെ എല്ലാം കിടന്ന ആളുകളാണ്. പക്ഷെ റിക്കവറിയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ മീറ്റിങ്ങിന് പോകാൻ സമയമില്ലാതെ വരും. കുറച്ച് നാൾ കഴിയുന്നു മീറ്റിങ്ങിന് പോകാൻ സമയമില്ല, ഒരാളെ സഹായിക്കാനായിട്ട് ഒരു 12 സ്റ്റെപ്പിങ്ങിന് പോകാനായിട്ട് സമയമില്ലാതെ വരുന്നു.
എല്ലാവർക്കും പിന്നീടുള്ളൊരു അത് മനസ്സിലാക്കാമല്ലോ. എല്ലാവർക്കും സ്വയം ആലോചിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാം ഞാൻ എത്രമാത്രം സത്യസന്ധത കാണിക്കുന്നുണ്ട് ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന ഈ പ്രോഗ്രാം മറ്റുള്ളവരിലേക്ക് പകർത്താനായിട്ട്. അതൊരു പാകപ്പഴയായിട്ടെന്നുള്ളത് എനിക്ക് തോന്നുന്നു. എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞെന്നുള്ളൂ. യോജിക്കാം വിയോജിക്കാം. അപ്പോൾ ഇത് ഈ ഒരു രോഗമാണെന്നുള്ളതിനെ കുറിച്ച് ഇന്നും ഇന്ത്യയിൽ ഏതായാലും ഒരുപാട് ആളുകൾക്ക് ഇന്നും ഇങ്ങനെ ഒരു ആൽക്കഹോളിക്സ് അനോണിമസ് ഒരു കൂട്ടായ്മ ഉണ്ടെന്ന് തന്നെ വളരെ നമ്മുടെ കേരളത്തിൽ തന്നെ എനിക്ക് തോന്നുന്ന ചില ജില്ലകളിലൊന്നും ചില സ്ഥലങ്ങളിലൊന്നും കാര്യമായിട്ടൊന്നും മീറ്റിങ്ങുകളും ഗ്രൂപ്പുകളും വന്നില്ല. ഈ എന്താണ് പറയുന്നത്, ചെങ്ങന്നൂര്, തിരുവല്ല, പിന്നെ ഏറ്റുമാനൂര് ഒക്കെ ഒന്ന് രണ്ട് ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെ ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഗ്രൂപ്പുകളില്ല. തിരുവല്ലയിലൊക്കെ ഓരോ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടെങ്കിലും അവിടെ അത്രമാത്രമൊക്കെ ആക്റ്റീവ് ആണെന്ന് എനിക്കറിയത്തില്ല. അതുപോലെ തന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കണ്ണൂർ സൈഡിലേക്ക്, കാസർഗോഡ് ആ ഭാഗത്തൊക്കെ മീറ്റിങ്ങുകൾ അവിടെ കുറച്ചാണ്. ചില പ്രാദേശികമായിട്ട് അവിടെ ഇവിടെയൊക്കെ ഉണ്ടെന്നുള്ളത്. അങ്ങനെയല്ല ഇന്നത്തെ നമ്മുടെ കേരളത്തിലെ വന്നതിന്റെ അനുസരിച്ച് നോക്കുമ്പോൾ ഓരോ താലൂക്കുകളിലും ഓരോ ഗ്രൂപ്പുകൾ ഉണ്ടാവുന്നുണ്ടാവും. ഇപ്പൊ എവിടെയോ സ്വാർത്ഥതയും ഇപ്പൊ ഈ പറഞ്ഞ ഈ ഹങ്ങിന് പറ്റിയതാണ്. ശരിക്കും സംഭവിച്ചതാണ് നമ്മുടെ നാട്ടിൽ പറയാൻ. വിദ്വേഷം, ദേഷ്യം, സ്വാർത്ഥത, സ്വകേന്ദ്രീകൃതം, അഹങ്കാരം, ഈ സമ്മിശ്രമായിട്ടുള്ള ഒരു കാര്യത്തിലാണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ വളർച്ച നമ്മുടെ നാട്ടിൽ വളരെ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ളത്. അത് ഞാൻ പറഞ്ഞല്ലോ, ആർക്കെങ്കിലും അത് വിയോജിക്കാം അല്ലെങ്കിൽ യോജിക്കാം. എനിക്ക് അതിനകത്ത് പ്രശ്നമില്ല. പക്ഷെ തുറന്നു പറയുന്നതിനകത്ത് എനിക്ക് എന്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഏതായാലും ഇതിനെല്ലാത്തിനും ദൈവമാണല്ലോ, ദൈവത്തിൻ്റെതായിട്ടുള്ള പദ്ധതിയാണത്. എന്തെങ്കിലും പക്ഷെ ഒരു വ്യക്തി ഒരു അംഗത്തിന് എയിലേക്ക് വന്ന ഒരാളെ കുറിച്ച് ഞാൻ പറയുന്നത്. ഒരാൾക്ക് ശരിയായിട്ടുള്ള മെസ്സേജ് നമുക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അത് വലിയൊരു കഷ്ടം. വരുന്നവരെല്ലാവരും എയിൽ നിൽക്കണമെന്നൊന്നും പറയാൻ പറ്റുമൊന്നുമില്ല. പക്ഷെ റൈറ്റ് മെസ്സേജ് പാസ് ചെയ്ത് കൊടുക്കാനായിട്ടുള്ളത് അതെന്റെ ഉത്തരവാദിത്വം. നമ്മള് ഈ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞിട്ട് എന്റെ ഉത്തരവാദിത്വം എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ആരെങ്കിലും സഹായത്തിന് പറ്റില്ല അവിടെ എയുടെ കാര്യങ്ങൾ ഉണ്ടാവണം എന്നുള്ളത് എന്റെ ഉത്തരവാദിത്വമാണ്. അല്ലേ? അതെന്റെ ഉത്തരവാദിത്വമാണെങ്കിൽ അത് എത്രമാത്രം അത് ആ പ്ലഡ്ജ് ഉത്തരവാദിത്വം ഉണ്ട് പാലിക്കുന്നുണ്ടെന്നുള്ളത് സ്വയം ആലോചിച്ച് നോക്കണം. അപ്പൊ അതിനൊരു ഈ ഒരു കാര്യങ്ങളിലെ കൊണ്ടുള്ള പ്രശ്നങ്ങളിൽ കലുഷിതമായിട്ട് നമ്മുടെ പ്രോഗ്രാമിൽ ഇന്ന് ഇത്രയും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് ഒരാളാണ് പറഞ്ഞു. ഒരു ബുക്ക് അന്നത്തെ ബുക്ക് എഡിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമല്ലേ. ഇദ്ദേഹം അൺബിലീവർ എന്ന് പറഞ്ഞിട്ടാണ് ഇദ്ദേഹത്തെ കുറിച്ച് എഴുതിയിരിക്കുന്നതെങ്കിൽ ഇദ്ദേഹം എത്തിയസ്റ്റ് അല്ലായിരുന്നു എന്ന് പറയുന്നത്. പക്ഷെ ഇദ്ദേഹം ഒരു അഗ്നോസ്റ്റിക് തന്നെയായിരുന്നു പറയുന്നത്, ബില്ലിനെ പോലെ തന്നെ. പക്ഷെ ഇദ്ദേഹത്തിന് ഇത്തിരി ചില വാശികളുണ്ടായിരുന്നു ചില കാര്യങ്ങളിൽ. സാധാരണ ഒരു ആൽക്കഹോളിക് ഈഗോ, അദ്ദേഹം പറയുന്നതാണ് ശരി എന്നുള്ളത്. അദ്ദേഹത്തിന്റെ ചില സജഷൻസിൽ പെട്ട് ബില്ലിനും പ്രശ്നമുണ്ടാകും. കാരണം ഈ ബുക്ക് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് ഇത് എങ്ങനെ പബ്ലിഷ് ചെയ്യണം എന്നുള്ളത് പൈസ ഇല്ലല്ലോ, രണ്ടുപേരുടെ എങ്കിലും കാര്യം പറ്റില്ല. പിന്നെ അതിന് ഇദ്ദേഹമാണ് സജസ്റ്റ് ചെയ്തത്. ഇദ്ദേഹം വലിയൊരു ഓർഗനൈസർ ഒക്കെ ആണല്ലോ. അപ്പൊ ബില്ലുകാരി എക്കണോമിസ്റ്റ് ഒക്കെ ആണെങ്കിൽ ഇദ്ദേഹത്തിന്റെ ചില സജഷൻ, അവരൊരു ഫൗണ്ടേഷൻ ഉണ്ടാക്കുന്നു, പിന്നെ ഒരു കമ്പനി രൂപീകരിക്കുന്നു, പിന്നെ ഷെയർ അതിന്റെ മാർക്കറ്റ് ചെയ്യുന്നു. അങ്ങനെ പല രീതിയിലും അതൊക്കെയാണ് പിന്നീട് പ്രശ്നങ്ങളിലേക്ക് പോയത്. അതുകൊണ്ടാണ് നമ്മുടെ ഇന്ന് ഈ ട്രഡീഷനിലൊക്കെ ഈ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ ഒരുപാട് സൂക്ഷിച്ചു പോകണം എന്നുള്ളതൊക്കെ പിന്നീട് ഉരുത്തിരിഞ്ഞു വരാൻ ഈ പാരമ്പര്യങ്ങളിലും ഏഴാമത്തെ പാരമ്പര്യത്തിനകത്തേക്കുള്ള സെൽഫ് സപ്പോർട്ടിങ്ങിനെ കുറിച്ചും പിന്നെ മറ്റു ഈ വസ്തുക്കളെ കുറിച്ചൊക്കെ പറയുന്നുണ്ടല്ലോ പാരമ്പര്യം. അത് ബില്ല് പിന്നീട് അതിനെ കുറിച്ചൊക്കെ ഉണ്ടാക്കാനുള്ള ഒരു കാരണതായിരിക്കും. അതുകൊണ്ട് അദ്ദേഹം ഒരു കമ്പനി, ഒരു ഓഫീസും പിന്നീട് ഇദ്ദേഹം തന്നെ ലെറ്ററുകളൊക്കെ ആൽക്കഹോളിക് ഫൗണ്ടേഷൻ ഒരു വേറൊരു പേരിലൊക്കെ ആയിരുന്നു. എന്നിട്ട് അതിന് പുള്ളി തന്നെ പ്രസിഡന്റായിട്ട് പുള്ളി തന്നെ ഒപ്പിടുക ചെയ്ത് അതൊക്കെ ബില്ലിനൊക്കെ അതൊക്കെ ഇഷ്ടമല്ല തോന്നുന്നു. അങ്ങനെയൊക്കെ ഉള്ള പല പല പ്രശ്നങ്ങളാണ് ഇത്. അത് ഇദ്ദേഹത്തിന്റെ ഈ ഞാൻ പറഞ്ഞില്ലേ, ഇദ്ദേഹം ഒരു രക്തസാക്ഷിയായിട്ട് വേണം കാണാനായിട്ട് ശരിക്കും ഇദ്ദേഹത്തിന്റെ. കാരണം അത് നമുക്കൊക്കെ ഒരു പാഠമാണ്. നമ്മളെപ്പോഴും അതുകൊണ്ടാണ് ഈ ഐക്യത്തെ കുറിച്ച് എപ്പോഴും ഈ നമ്മുടെ 3 പൈതൃകങ്ങൾ, യൂണിറ്റി, സർവീസ് ആൻഡ് റിക്കവറി, ഈ 3 കാര്യങ്ങളും ഒപ്പത്തിനൊപ്പം പോയാലാണ് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അത് തെളിയിച്ചൊരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഇദ്ദേഹം റിലാപ്സ് ആയതിനു ശേഷം ഒരിക്കലേക്ക് വരാതെ രോഗബാധിതനായിട്ട് മരിക്കുന്നത്.
അദ്ദേഹത്തിന്റെ ഈ പിന്നീട് 141 പേര് ഏറ്റവും അടിയിലത്തെ പാരഗ്രാഫിൽ എഴുതുന്നത് ആധുനിക തൊഴിലുടമകൾ ഏതാണ്ട് എല്ലാവരും തന്നെ ഞങ്ങളുടെ സഹായത്തിന്റെ പ്രധാനത്തെക്കുറിച്ചും അതിന്റെ ധാർമ്മിക ഉത്തരവാദിത്തെക്കുറിച്ചും ബോധ്യമുള്ളവരാണ്. ഈ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ അവർ പരമാവധി ശ്രമിക്കുന്നു. ആധുനിക ഇന്നത്തെ കാലത്ത് ഞാൻ മുമ്പ് പറയില്ല, അമേരിക്കയിൽ ആണ്, പക്ഷെ ഇന്ത്യയിലല്ല. ഇന്ത്യയിലില്ല. ഇവൻ ഞാൻ ജോലി ചെയ്തിരുന്നത് ഞാൻ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഒരു മെഡിക്കൽ കോളേജ്. അവിടെ എത്രയോ ഡോക്ടേഴ്സ് ഉണ്ട്. അതിന്റെ ഡയറക്ടർ കുറച്ചാളും ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് ഒരു നല്ല ഡോക്ടറായിരുന്നു. ഇദ്ദേഹത്തെ എന്നെ പിടിച്ച് ഉപദേശിച്ചിട്ടുണ്ട്, ഇത് എന്തൊരു കൂടി കഴിക്കാൻ എത്ര നല്ല കഴിവുള്ളതായിരുന്നു. കാരണം എന്നെ കുറിച്ച് എല്ലാവർക്കും നല്ല മതിപ്പുണ്ടായിരുന്നു. ഞാൻ ജോലിയിലും മുടിമുടുക്കനായിരുന്നു. ഓഫീസിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തപ്പെട്ട ഒരു ജോലി ഞാൻ ചെയ്യുകയാണെങ്കിൽ അത് വളരെ നാട്ടിക്കുകയായിരുന്നു. അവസാനമായിട്ട് ഇപ്പൊ ഇത് ജോലിക്ക് പോകാതെ കുടിച്ച് എന്തെങ്കിലും കാരണം പറഞ്ഞ് ലീവ് എടുത്ത് വീട്ടിലിരുന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അറിയില്ല. പക്ഷെ അവരാരും പറഞ്ഞില്ല നിനക്ക് യുവർ സിക്ക്, നിനക്ക് ആൽക്കഹോളിസം എന്ന് പറഞ്ഞൊരു അവരുടെ മൈക്കോ കലിയിലേക്കയുടെ മൈക്കൊന്നും മ്യൂട്ട് ചെയ്തൊക്കെ കലിയിലേക്ക്. അപ്പൊ ആരും പറഞ്ഞില്ല. മനസ്സിലായില്ല. ഈ ആധുനിക ലോകത്തിലെന്ന് പറഞ്ഞാൽ ഇത് ഞാൻ പറയുന്നത് ഞാൻ ഏല് വരുന്നത് 1997. അപ്പോൾ ആ 97 പോയിട്ട് ഞാൻ റിട്ടയർ ചെയ്ത് പോരുന്നവരെയും അവിടെ പല മദ്യപാനികൾ കുടിച്ചൊക്കെ മരിച്ചു. ഞാനൊക്കെ കുറച്ച് പേർക്ക് മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. ചിലർ വന്നു, ചിലർ നിന്നില്ല. അത് വേറൊരു കാര്യം. പക്ഷെ ഒരു തോന്നില്ല. പോരാതിന് ഞാൻ മനസ്സിലാക്കിയത് ഈ ഇന്ത്യൻ മെഡിസിൻ, ഇന്ത്യയിൽ MBBSനുള്ള കോഴ്സിനുള്ള ആൽക്കഹോളിസത്തെ കുറിച്ച് അങ്ങനത്തെ അവർക്ക് ആപ്പാടെ കണ്ടൊരു 1 hour 2 hour ക്ലാസ് ആയിട്ട് കൊടുക്കുന്നു. അവരുടെ ബുക്കിൽ ഒരു പേജോ 2 പേജോ ഉള്ളൊരു സ്റ്റഡി ഉള്ളൂ ആൽക്കഹോളിസം എന്നുള്ളത്. എനിക്ക് തോന്നുന്നു അമേരിക്കയിലും UK ഒന്നും അതിൽ കൂടുതലുണ്ട്. ഇന്ത്യയിലെ കാര്യം അതാണ്. മനസ്സിലായില്ല. അപ്പൊ അതല്ലേ ഡോക്ടർമാർക്ക് പഠിച്ചാലേ അവർക്ക് അറിയാം. മറ്റവർക്ക് പറയാൻ പറ്റുമോ? ഇതിന്റെ അവരെക്കാൾ നന്നായിട്ട് നമ്മള് ഏഴാങ്ങൾ പറയും ഇത് എങ്ങനെ എന്താണ് രോഗം എന്നുള്ളത് അല്ലേ. എനിവേ, അതുകൊണ്ട് അമേരിക്കയിൽ അവരത് പഠിക്കാനായിട്ട് ജോലി ഇന്നത്തെ കാലത്ത് ആധുനിക ലോകത്തിലുള്ള കമ്പനിയുടെ പൊസിഷൻസിലേക്ക് ഇരിക്കുന്ന മാനേജർമാർ അല്ലെങ്കിൽ MD അങ്ങനെയുള്ളവർ ആൽക്കഹോളിസത്തെ കുറിച്ച് അവർ ബോധമുണ്ട്. അപ്പൊ അതുകൊണ്ട് അവർ അങ്ങനെ അവരുടെ കമ്പനിയിൽ ഒരു എംപ്ലോയി ഉണ്ടെങ്കിൽ അവരെ സഹായിക്കാനായിട്ട് ഒരു സഹാനുഭൂതിയോടെ നോക്കുന്നത്. ഇമ്മീഡിയറ്റ്ലി അവർ ടെർമിനേറ്റ് ഒന്നും ചെയ്യുന്ന പറഞ്ഞില്ല. അവർക്ക് എന്താണ് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കും. അഗൈൻ ആൻഡ് അഗൈൻ അവരവരുടെ ഷെയർ മീറ്റിംഗിലൊക്കെ അല്ലെങ്കിൽ ഒരു റിഹാബിലിറ്റേഷൻ അഡ്മിറ്റ് ചെയ്തിട്ട് അതിന്റെ ചെലവ് പോലും കമ്പനിയെ വഹിക്കാറൊക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ ഇവിടെ അങ്ങനെയല്ല. നമ്മുടെ അവിടെ നേരെ പറഞ്ഞിറക്കി വിട്ട് കഴിഞ്ഞാൽ അത് തന്നെ പോയത് തന്നെ. ഈവൻ ഗവൺമെന്റ് ജോബിൽ പോലും, സർക്കാർ ജോലിയിൽ പോലും ഇന്ന് ആൽക്കഹോളിസത്തിന് അത്രയ്ക്ക് വലിയൊരു ഒന്നും പ്രതീക്ഷിക്കണ്ട. കുടിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ചെന്ന് ചാടിയിട്ടുണ്ടെങ്കിൽ അതൊരു വലിയൊരു ഒഫൻസ് ആയിട്ട് പോകും. ചിലപ്പോൾ ഒരു കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ അവനെ അങ്ങ് ടെർമിനേറ്റ് ചെയ്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പോയത് തന്നെ. ഫെയറാണ്. സാധാരണ ഇതിൽ ഞാനൊക്കെ ഗവൺമെന്റ് സർവീസിൽ നിന്നപ്പോൾ ഞാനൊക്കെ ഒരുപാട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടെങ്കിലും എന്റെ ജോലി വളരെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു പൊസിഷനാണ്. വലിയ ഹയർ ലെവലിലല്ലെങ്കിലും ഒരു മിഡിൽ ക്ലാസ് എംപ്ലോയി ആയിരുന്നെങ്കിലും അതിൽ എനിക്ക് ഒത്തിരി ഉത്തരവാദിത്തങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആ ഉത്തരവാദിത്തങ്ങൾ പലപ്പോഴൊക്കെ പറ്റാതെ വന്നിട്ട് എനിക്ക് വാർണിംഗ് ലെറ്റേഴ്സ് കിട്ടുന്നു. വേണമെങ്കിൽ എന്നെ സസ്പെൻഡ് ചെയ്യായിരുന്നു, വേണമെങ്കിൽ ഡിസ്മിസും ചെയ്യായിരുന്നു. പക്ഷെ അത്ര ഒരു കൺസിഡറേഷൻ ഉണ്ട് മാത്രം. അത് ഞാൻ ഭാഗ്യവാൻ. അതുകൊണ്ട് വലിയ പ്രശ്നമില്ലാതെ ജീവിക്കുന്നു. അല്ലെങ്കിൽ എന്ത് ചെയ്യായിരുന്നു. സോ അതുകൊണ്ട് അവരങ്ങനെയൊക്കെ സാധിക്കുന്നു. അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ചുള്ള അമിത മദ്യപാന രോഗം എന്ന് പറയുന്ന ഒന്നാം തരത്തിൽപ്പെട്ട ഒരു വിദ്യയായിട്ട് അയാൾക്ക് കാണാം. ഇത് അറിവില്ലാത്ത ഒരാളാണെങ്കിൽ. പക്ഷെ ഇന്നത്തെ കാലത്ത് അറിയുന്നുണ്ട്. അപ്പൊ ഒരു പക്ഷെ തൊഴിലാളികൾക്കുള്ള കഴിവുകൊണ്ടോ അല്ലെങ്കിൽ തൊഴിലുമുള്ള പ്രത്യേക തരത്തിലുള്ള ബന്ധം കൊണ്ടോ അമിത മദ്യപാന രോഗ ഒരു തൊഴിലാളിയെ വേണ്ടതിലധികം കാലം ജോലിയിൽ തുടരാൻ ആലോചിച്ചിട്ടുണ്ട്. അപ്പൊ രണ്ട് കാര്യത്താലും ഒരു പക്ഷെ ഒന്നല്ലെങ്കിൽ ഇയാളുടെ കഴിവുള്ളതുകൊണ്ട് ചിലപ്പോൾ ചില ബോസുമാര് ശരിക്കും കുറെയൊക്കെ കൺസെൻട്രേറ്റ് ചെയ്യും. ചിലപ്പോ ഇയാളില്ലാതെ കാര്യം നടക്കില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയെങ്കിലും കൊണ്ടു നടക്കാന്നുള്ള രീതിയിൽ കൊണ്ടു നടക്കും. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് ഈ രണ്ടു തരമുണ്ട് ഇതിനകത്ത് ഓർക്കുക. ചിലര് ചൂഷണം ചെയ്യപ്പെടും, ചിലര് സഹാനുഭൂതി കിട്ടും, ചിലർക്ക് സ്ട്രിക്റ്റ് ആയിട്ടും പോകും, കുറച്ച് സഹായവും കിട്ടൊക്കെ അങ്ങനെ പോകും. പക്ഷെ എങ്കിൽ പോലും സൊല്യൂഷൻ ഒന്നും ആവുന്നില്ലല്ലോ. ആ പാരഗ്രാഫിന് താഴെപ്പെട്ട് വളരെ മെച്ചപ്പെട്ട നിലയിലുള്ളവരെന്ന് പറയപ്പെടുന്നത് ഞങ്ങളിലുള്ളവർക്കാകട്ടെ മേൽപ്പറഞ്ഞവർ ഞങ്ങളെക്കാൾ ഇക്കാര്യത്തിൽ മോശമായ നില അനുവർത്തിക്കുന്നവരാണെങ്കിൽ തന്നെ അവരെ കുറ്റപ്പെടുത്തുന്നതിൽ കാര്യമില്ല. സോ
നമ്മളുടെ കാര്യത്തിൽ നമുക്ക് ആരെയും ബ്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. ഇതൊക്കെ ഈ ചാപ്റ്റർ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മൾ സാധാരണ ഇതിൽ വളരെ ഇതായിട്ട് ലാഘവത്തോട് കൂടി കാണുന്ന ഒരു ചാപ്റ്റർ അല്ലേ. അതുകൊണ്ട് ഇത് നമ്മൾ ശ്രദ്ധിച്ചതിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കുക. നമുക്കൊരു സഡൻ ആയിട്ടുള്ളൊരു ഷോർട്ട് നോട്ടീസിലാണിത്. എനിക്ക് ഇത്തിരി ഇടയ്ക്കിത്തിരി നോക്കേണ്ട ഒരു ബിക്കില്ല. അതാണ് ഇടയ്ക്കിടയ്ക്ക് നിന്നുമായിട്ട് ഞാൻ ഒന്ന് വായിച്ചു പോകുന്നത്. ഞാൻ വേറൊരാളുടെ കാര്യം പറയുന്നു. ഒരു here for instance, in a typical an officer of one of the largest banking institutions in America, ബാങ്ക് ഓഫ് അമേരിക്കയിൽ ജോലി ചെയ്യുന്ന ഒരു ആളെ കുറിച്ച് അതിൽ പറയുന്നുണ്ട്. ഓക്കെ, ഒരു സെക്കൻഡ്. ഓക്കെ, അതുകൊണ്ട് ബാങ്ക് ഓഫ് അമേരിക്കയിലെ അദ്ദേഹത്തിന്റെ കഥയിൽ കൂടി ഒന്ന് പോകാം. ഇപ്പൊ ഇവിടെ ഉദാഹരണം താഴെ പറയുന്ന ഒരു മാതൃക ഉദ്ധരിക്കാം. അമേരിക്കയിലെ ഒരു ബാങ്കിങ് സ്ഥാപനത്തിലെ ഉയർന്ന ഉദ്യോഗസ്ഥനായ ഒരാൾക്ക് ഞാൻ കുറെ നാളായി കുടിക്കാതിരിക്കുകയാണെന്ന വിവരം അറിയും. ഹാങ് കുടിക്കുന്നില്ല എന്നുള്ള അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹത്തിന്റെ സുഹൃത്ത് നന്നായി ആൽക്കഹോളിക്സ് അനോമസ് ഇല്ല ഇപ്പൊ ഈ സമയത്ത്, ഈ എഴുതുന്ന കാലത്ത്. ഒരു ദിവസം അയാളുടെ വിവരണത്തിൽ നിന്ന് നിശ്ചയമായ ഒരു അമിതമദ്യം രോഗി അയാളുടെ തന്നെ ബാങ്കിങ് സ്ഥാപനത്തിൽ ഒരു ഉന്നത ദിവസം എന്നോട് പറഞ്ഞു. അയാളെ സഹായിക്കുന്നതിനുള്ള ഒരു അവസരമായി ഞാനത് കണക്കാക്കി. അതുകൊണ്ട് 2 മണിക്കൂറോളം അമിത മദ്യപാന ദുരന്തത്തെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് അതിന്റെ ലക്ഷ്യങ്ങളെ കുറിച്ച് മാരകമായ ഫലങ്ങളും എനിക്കറിയാവുന്ന വഴിയിൽ വിവരിച്ചുകൊണ്ട് ഞാൻ ചെലവഴിച്ചു. അതിനോടുള്ള അയാളുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു: വളരെ രസകരമായിരുന്നു, പക്ഷെ എനിക്ക് ഉറപ്പുണ്ട് ഈ മനുഷ്യൻ കുടിച്ചു കൊണ്ട് നശിച്ചു കഴിഞ്ഞു. 3 മാസത്തെ വിട്ടുനിൽപ്പിന് ശേഷം അയാൾ ജോലിക്ക് തിരിച്ചു വന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അയാൾ ഏതാണ്ട് ഒരു രോഗമുക്തി പ്രാപിച്ച നിലയിലെത്തിയിരുന്നു. മൊത്തത്തിൽ നന്നായി കാണപ്പെടുകയും, പക്ഷെ സംഗതിയിൽ വഷളാക്കിക്കൊണ്ട് അയാളുടെ കമ്പനിയുടെ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ ഇത് അയാളുടെ അവസാനത്തെ അവസരം താക്കീത് നൽകിയിട്ടുണ്ടായിരുന്നു. ഈ അന്ന് ഇല്ല, അദ്ദേഹം റിക്കവറിയിലേക്ക് വന്നിട്ടുള്ളൂ. ആ കാലത്ത് ആണ് ഈ സംഭവം നടക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന് രക്ഷപ്പെടുത്താൻ ശ്രമിച്ചുവെങ്കിൽ അദ്ദേഹം ഏതായാലും വീണ്ടും കുടുക്കി അദ്ദേഹത്തിന്റെ ജോലിയൊക്കെ പോയതാണല്ലോ ഇന്ന് മനസ്സിലാക്കേണ്ടത്. ആ മനുഷ്യന് ഒരു നിയതമായ ജീവിതശൈലി പിന്തുടർന്നാൽ കൂടുതൽ നിലയിലുള്ള അവസരത്തിന് കഴിയുമെന്ന് മാത്രമേ എനിക്ക് അതിന് ഉത്തരം പറയാൻ കഴിയുള്ളൂ. ഇത് അനിവാര്യമായിരുന്നു എന്ന് ഞാൻ കരുതി. ബാങ്ക് അയാളുടെ എന്തെങ്കിലും അനീതി കാണിക്കുന്നുവെന്ന് ഞാൻ ശ്രദ്ധിച്ചു. അയാൾ എന്തുകൊണ്ട് ഞങ്ങളുടെ അമിത മദ്യപാന കൂട്ടത്തിലേക്ക് കൊണ്ടുവന്ന് ബന്ധിപ്പിച്ചുകൂടാ എന്ന് ഞാൻ ആലോചിച്ചു. അയാൾക്ക് രക്ഷപ്പെടാൻ ഇതൊരു അവസരമായേക്കാം. കടുത്ത പ്രയാസങ്ങൾ ഉറ്റുനോക്കിയിട്ടും മറ്റേതൊരു മനുഷ്യനെയും 10-9 എന്ന കണക്കിൽ കുടിയിൽ കൊണ്ടുപോയി എത്തിക്കുമായിരുന്നു. അത്ര കടുത്ത പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും കഴിഞ്ഞ 3 വർഷക്കാലമായി എനിക്ക് ഒരു തരത്തിലുള്ള മദ്യം കുടിക്കാണ്ടിട്ട് എന്ന കാര്യം ചൂണ്ടിക്കാണിച്ചു. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലേ? ഹാങ്കി എന്ന് പറയാണ്, ഞാൻ 3 വർഷമായിട്ട് മദ്യവെച്ചിട്ടില്ല. 1937 എന്ന് പറഞ്ഞാൽ 1934 അദ്ദേഹം സോബറായപ്പോൾ 1937 ഞാൻ 3 വർഷമായിട്ട് മദ്യവെച്ചിട്ടില്ല. അതെങ്ങനെയാണ് സാധിച്ചത്? അന്ന് ഉണ്ടായിട്ടില്ല, 12 പടികളും ഇല്ല. അന്ന് ഓക്സ്ഫോർഡ് ഗ്രൂപ്പിന്റെ 6 പടി പ്രോഗ്രാമിലാണ് ബില്ലും ഹാങ്കും ഒക്കെ വർക്ക് ചെയ്യുന്നത്, ഫോളോ ചെയ്തിരുന്നത്. പക്ഷെ അതിനെ ഒരു വ്യത്യസ്തമായ രീതിയിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള ശ്രമം നടത്തിയിരുന്നു. കാരണം ആ ഒരു ക്രിസ്ത്യൻ മൂവ്മെന്റ് ആയതുകൊണ്ടും അതൊരു നമുക്കറിയാലോ, ഒരു ധ്യാന യോഗ കൂട്ടായ്മ എന്നൊക്കെ പറയുന്ന പോലെയുള്ളൊരു മൂവ്മെന്റ് ആയതുകൊണ്ട് അവർക്ക് അഗ്നോസ്റ്റിക്സ് ആയിരുന്നിട്ടില്ല, അവർക്കൊന്നും അതിനകത്ത് ആ രീതിയിൽ ഫോളോ ചെയ്യാനായിട്ട് തോന്നി. പക്ഷെ വേറെ മാർഗമില്ലായിരുന്നു. പക്ഷെ അതിനെ ഫോളോ ചെയ്യുന്നതിനകത്ത് തെറ്റുമില്ല എന്ന് അവർക്ക് മനസ്സിലായി. ഓക്സ്ഫോർഡ് ഗ്രൂപ്പിന്റെ 6 പടികൾ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അത് മീഡിയമാണ് പറയുന്നത്. അപ്പൊ ഈ രീതിയിൽ ഇതിനെ ഒരാളുടെ അടുത്ത് പറഞ്ഞിട്ട് പോലും
അന്ന് അത്രയും പേരെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ആദ്യത്തെ 100 പേരെ ഒരു ബിഗ് ബുക്ക് പബ്ലിഷ് ചെയ്യുമ്പോഴത്തെ 100 പേരെ ഉണ്ടാക്കിയെടുത്തില്ലേ ഓഹിയയിലും പിന്നീട് വേറെ ഒന്ന് രണ്ട് സ്ഥലത്തും ന്യൂയോർക്കിലൊക്കെ ഗ്രൂപ്പുകൾ ഉണ്ടായതിനു ശേഷം 100 പേരെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയെന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. ബുക്ക് പോലും ഇല്ലാതെ. അപ്പൊ അങ്ങനെയുള്ള ഒരു കാലത്ത് ഇങ്ങനെയുള്ളൊരു 10-ൽ 9 പേർ എന്ന കണക്കിന് കുടിയിൽ കൊണ്ടുപോയി എത്തിക്കുമായിരുന്നത്ര കടുത്ത പ്രശ്നം ഉണ്ടായിട്ടും കഴിഞ്ഞ 3 വർഷക്കാലമായി എനിക്ക് കുടിക്കാൻ, ഞാൻ കുടിച്ചിട്ടില്ല എന്ന് പറയാനായിട്ട് എനിക്ക് തോന്നി. എന്തുകൊണ്ട് അവർക്ക് എന്റെ കഥ കേൾക്കാൻ ഒരു അവസരം നൽകിക്കൂടാ? പറ്റില്ല, എന്റെ സ്നേഹിതൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ കൂട്ടുകാരനായിട്ടുള്ള ബാങ്കിന്റെ ചീഫായിട്ട് ജോലി ചെയ്യുന്ന അദ്ദേഹം പറയണം, വേണ്ട, ഇതിന്റെ ആവശ്യമില്ല, അതിന്റെ പുറകിന് പോയിട്ട് കാര്യമില്ല. അയാൾ ഒന്നുകിൽ പൂർണ്ണമായും മദ്യത്തിൽ മുങ്ങി നിൽക്കുകയോ അതോ ജോലിയില്ലാത്ത അവസ്ഥയിൽ എത്തി നിൽക്കുകയാണ്. നിങ്ങളുടെ മനഃശക്തിയും ചങ്കൂറ്റം അയാൾക്കുണ്ടെങ്കിൽ അയാൾ തന്നെത്താൻ രക്ഷപ്പെടും. ഈ ആ കാലത്തുള്ള ഒരാളുടെ കമന്റാണ്. അദ്ദേഹത്തിന് അവന് വേണി അവന്റെ എന്നാണ് സാധാരണ ഇവിടെ പറയാറില്ല, നമ്മുടെ വീൽ പവർ എന്നൊക്കെ പറയുന്നത്. മനഃശക്തിയും ചങ്കൂറ്റം. മദ്യപാനിക്ക് മദ്യത്തിന്റെ മുമ്പിൽ എന്ത് മനഃശക്തി, എന്ത് ചങ്കൂറ്റം! മദ്യത്തിന്റെ മുമ്പിൽ നമ്മള് എന്താണ് തകർന്ന് വീഴുകയാണെന്നുള്ളത്, വയനാട് മെഴുകു പോലെ ഒരുക്കി തീരുക എന്നുള്ളത് എത്ര പേർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്? ഏതായാലും ഞാൻ ഈ നിരുത്സാഹപ്പെടുത്തുകൊണ്ട് ആകെ വിവശനായി. കാരണം എനിക്ക് മനസ്സിലായി എന്റെ ബാങ്കർ സുഹൃത്തിന്റെ കാര്യം പറഞ്ഞു മനസ്സിലാക്കുന്നത് ഞാൻ പരാജയപ്പെട്ടു വന്നു. അയാളുടെ സഹപ്രവർത്തൻ ഒരു കടുത്ത രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളാണെന്നും ഒട്ടും വിശ്വസിക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല. കാത്തിരിക്കുകയല്ലാതെ മറ്റൊന്നും ചെയ്യാനില്ല. ആ കാലത്ത് പറയാണ്, ഇന്നത്തെ കാലത്ത് മാറ്റങ്ങളുണ്ട്. ആ കാലത്ത് ആ ഭയങ്കര എത്രയും ഇതായിരുന്നിട്ട് പോലും അയാള് പറഞ്ഞില്ലായിരുന്നു അയാൾക്ക് ഇതൊരു രോഗമാണെന്നുള്ളത് വിശ്വസിക്കാനായിട്ട് സാധിച്ചില്ല. ഏതായാലും വൈകാതെ ആ മനുഷ്യൻ വീണ്ടും ജോലിയിൽ നിന്ന് പിടിച്ചപ്പെടുകയും ചെയ്തു, പിരിച്ചുവിട്ടതിന് ശേഷം അയാളുമായി ഞങ്ങൾ ബന്ധപ്പെട്ടു. വലിയ വാചകർച്ച കൂടാതെ തന്നെ അയാൾ ഞങ്ങളെ സഹായിച്ച തത്വങ്ങളും നടപടിക്രമങ്ങളും സ്വീകരിക്കാൻ തയ്യാറായി. ഞങ്ങൾ സുനിശ്ചിതമായ രോഗമുക്തിയുടെ പാതയിലെത്തി. ഈ സംഭവം ഒരു അമിത മദ്യപാന രോഗി യഥാർത്ഥത്തിൽ അനുഭവിക്കുന്ന യാതനയെ കുറിച്ച് മനസ്സിലാക്കാൻ എന്നെ സഹായിച്ചു. എല്ലാം ഇതാണ് ചിലപ്പോൾ പറയാറില്ല, നമ്മള് എല്ലാം തകർന്നാലാണ് പടിയിലേക്ക് വരുള്ളൂ എന്ന് പറയുന്നത്. നമ്മുടെ അധ്യായം രണ്ടാമത്തെ അധ്യായം വായിക്കും, ഇതെങ്ങനെ പ്രവർത്തിക്കും എന്നുള്ള മറ്റല്ലേ. ഞങ്ങളുടെ പാത തികച്ചും പിന്തുടരും പരാജയപ്പെടുകയുള്ള വിരളമാണ്. 57-ാമത്തെ പേര്. ഈ ലളിതമായ പരിപാടിയിലേക്ക് പൂർണ്ണമായി ചേരാൻ പറ്റുന്നവരോ അതിന് കഴിയുന്നവരോ ചിലരാണ് രോഗശമനത്തിന് തങ്ങളോട് തന്നെ സത്യം നിലയ്ക്കാൻ ശാരീരിക മാനസിക കാര്യങ്ങൾ കഴിവില്ലാത്തവരായ ശേഷം മിക്കവാറും അവരത്രയ്ക്ക് നിർഭാഗ്യവാന്മാരാണ്. അതെന്താണ് പിന്നീട് പറയുന്നത്? അവരുടെ കുറ്റം കൊണ്ടല്ല അവരാ രീതിയിൽ ശിക്ഷിക്കപ്പെട്ടതായി കാണുന്നത്. സോ ഇത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് മനസ്സിലാവുള്ളൂ. സാധാരണ ജനങ്ങൾക്കോ ഇന്നും ഞാൻ പറഞ്ഞിട്ട് നമ്മുടെ വിദേശത്തൊക്കെ കുറെ ആളുകൾക്കൊക്കെ ഇത് മനസ്സിലാവുന്നുണ്ട്. ഒരുപാട് അവര് ടോളറന്റ് ആണ്. പക്ഷെ ഇന്ന് നമ്മുടെ ഇന്ത്യയിലൊന്നും ഒരു ടോളറൻസും ഇല്ല. അവിടെ അടിച്ചിട്ടാണ് പിടിച്ചിട്ട് നല്ല അടിയും കൊടുക്കും, അടിച്ചകത്ത് കൊണ്ടിട്ട് ഇടിക്കും. നിങ്ങൾ സഹായിക്കാൻ ആഗ്രഹിക്കുന്ന അതിനിടയ്ക്ക് ഞാൻ നിങ്ങളോടൊരു ഞാൻ പറഞ്ഞിട്ട് ഒരന്ന് ആ കാലത്ത് ഉണ്ടായിരുന്നില്ല. അവർ പ്രിൻസിപ്പൾസിനെ കുറിച്ച് അവരന്ന് പറഞ്ഞിരുന്നത് ഓക്സ്ഫോർഡ് ഗ്രൂപ്പിന്റെ 6 പടിയാണ്. 6 പടിയാണ് അന്ന് ഒരു എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിരുന്ന ഒരു സഫറിംഗ് ആൽക്കഹോളിക്. അത് 6 പടി എന്തായിരുന്നു? ഒന്ന് കംപ്ലീറ്റ് ഡിഫ്ലേഷൻ, പൂർണ്ണമായിട്ട് സമർപ്പണം അഥവാ പരാജയം സമ്മതിക്കില്ല. ഡിഫ്ലേഷൻ, പരാജയം സമ്മതിക്കുക, സറണ്ടർ, ഏത് വാക്കിലിട്ടാലും 1ാമത്തെ പടി. 2ാമത്തെ പടി എന്താണ്? ഡിപ്പെൻഡൻസ് ആൻഡ് ഗൈഡൻസ് ഫ്രം എ ഹയർ പവർ. 2ാമത്തെ പടി അതായിരുന്നു, ദൈവത്തിലുള്ള ഒരു ആശ്രയത്വം ആൻഡ് ആ നിർദ്ദേശങ്ങൾ, ഗൈഡൻസ്, അതിൽ നിന്ന് കിട്ടുന്ന ദൈവികമായിട്ടുള്ള നിർദ്ദേശങ്ങൾ. 3ാമത്തെ പടി എന്തായിരുന്നു? മോറൽ ഇൻവെന്ററി. ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന 4ാമത്തെ പടി, ധാർമ്മികമായിട്ടുള്ള കണക്കെടുപ്പ്. 4ാമത്തെ പടി അവർ ഉപയോഗിച്ചിരുന്നതാണ് കൺഫെഷൻ, കുമ്പസാരം. ഇപ്പൊ നമ്മള് 5ാമത്തെ പടി നമ്മൾ ഉപയോഗിക്കുന്നത് തന്നോട് തന്നെ, ദൈവത്തോടും മറ്റൊരാളോടും നമ്മളുടെ ഈ കുറവുകളെ നമ്മൾ ഏറ്റുപറയുന്നു. 5ാമത്തെ പടി അവരുപയോഗിച്ചിരുന്ന റെസ്റ്റിറ്റ്യൂഷൻ, പരിഹാരക്രിയ. നമ്മൾ ചെയ്തിട്ടുള്ളതിന്, തെറ്റുകൾക്ക്, കുറ്റങ്ങൾക്ക്, ദ്രോഹം ചെയ്തവരോടൊക്കെ പരിഹാരം ചെയ്യുന്നു. 6 കണ്ടിന്യൂഡ്
work with other alcoholics. നമ്മുടെ 12ാമത്തെ പടി, having had a spiritual awakening as the result of these steps, we practice these principles and നമ്മൾ മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് എന്താ പ്രത്യേക വാക്ക് കിട്ടുന്നത്. Yes. Having had a spiritual awakening as a result of these steps, we try to carry this message. മറ്റുള്ളവരെ സഹായിക്കാനായിട്ടുള്ള we try to carry this to alcoholics and to practice these principles in all our affairs. നമ്മളുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും നമ്മൾ ഞാനത് പറഞ്ഞു ഇടയ്ക്ക് ഈ ചാപ്റ്ററിൽ ഇത് അവര് അന്നത്തെ സ്പിരിച്വൽ പ്രിൻസിപ്പിൾസ്, കാരണം ഇതൊരു അന്ന് 12 പടി ഇല്ല, അതുകൊണ്ടാണ് ചിലർക്ക് ഇപ്പൊ ഈ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിന്റെ 6 പടി എന്താണെന്ന് അറിഞ്ഞുകൂടെങ്കിൽ അവരുടെ അറിവിലേക്ക് പറഞ്ഞാണ്. അത് നമ്മുടെ ബിഗ് ബുക്കില് ഇംഗ്ലീഷിലാണെങ്കിൽ 4th എഡീഷനിൽ 263ാമത്തെ പേജില് ഹി സോൾഡ് ഹിംസെൽഫ് ഷോർട്ട് എന്ന് പറഞ്ഞൊരു സ്റ്റോറി ഉണ്ട്, അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ആ ചാപ്റ്ററിൽ വളരെ നല്ലൊരു കാര്യമുണ്ട്. അത് ഡോക്ടർ ബോബ് ഒരാളെ സ്റ്റെപ്പ് ചെയ്യാനായിട്ട് പോയപ്പോൾ അദ്ദേഹത്തിനോടൊരു ചെലവഴിച്ച 3 മണിക്കൂർ, ഈ 3 മണിക്കൂറിൽ we spent 3 or 4 hours, 3 to 4 hours formally going through the 6-step program. ആലോചിച്ച് നോക്ക്, 3-4 മണിക്കൂറിനകം ഡോക്ടർ ബോബ് ഈ 6 പടി പ്രോഗ്രാമിനെ കുറിച്ച് നല്ലൊരു വിശദീകരണം കൊടുക്കാൻ പറ്റും. ഇന്ന് ഒരു പടിയെ കുറിച്ച് തന്നെ പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റുമെന്ന് അറിയത്തില്ല. അപ്പൊ എത്രമാത്രം ഈ ഒരു ഡിവൈൻ ഇന്റർവെൻഷൻ ആണെന്ന് ഓർക്കണം നമ്മുടെ ആൽക്കഹോളിക്സ് അനോണിമസ് എന്നുള്ള പ്രോഗ്രാം. ഓക്കെ, 141 ലാസ്റ്റ് പാരഗ്രാഫിലേക്ക്, നിങ്ങൾ സഹായിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങളുടെ കുടിയെക്കുറിച്ചോ കുടിക്കാത്ത അവസ്ഥയെക്കുറിച്ചോ അവഗണന പുലർത്തുന്നതായിരിക്കും നല്ലത്. നിങ്ങളൊരു മുഴുക്കുടിയനോ മിതമായി കുടിക്കുന്ന ആളോ മദ്യം കൈകൊണ്ട് തോടുകയോ ചെയ്യാത്ത ആളാണെങ്കിൽ തന്നെയും നിങ്ങൾക്ക് ചില ശക്തിയായ അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കാം. മിക്കവാറും അടിസ്ഥാനരഹിതമായ മുൻവിധികൾ നമ്മളുടെ രോഗത്തിന്റെ വലിയൊരു ഇതാണ്, അടിസ്ഥാനമായ മുൻവിധികൾ, പ്രിജുഡീസ്. അവിടെ നോക്കുക. ഓക്കെ, മിക്കവാറും അടിസ്ഥാനരഹിതമായ മുൻവിധികൾ. മിതമായി മദ്യം കഴിക്കുന്ന ഒരാൾ മദ്യം ഒട്ടും തന്നെ കഴിക്കാത്ത ഒരാളേക്കാൾ വലിയ മദ്യപാനിയോട് കൂടുതൽ വെറുപ്പുള്ള ആളായിരിക്കാം. വല്ലപ്പോഴും കഴിക്കുന്ന നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടുന്ന പ്രതികരണങ്ങൾ സ്വയം വിലയിരുത്താൻ പറ്റുകയും പല കാര്യങ്ങളെക്കുറിച്ചും ഉറച്ച അഭിപ്രായം സ്വീകരിക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഒരു അമിത മദ്യപാനിയെ സംബന്ധിച്ചിടത്തോളം അത് എപ്പോഴും അങ്ങനെയല്ല. ഒരു മിതം മദ്യപാനിക്ക് ആവശ്യമായ മദ്യം കഴിക്കാനും അതോ മദ്യം ഒട്ട് വേണ്ടെന്ന് വെക്കാൻ പറ്റുന്നു. നിങ്ങൾക്ക് വേണമെന്ന് തോന്നുമ്പോൾ നിങ്ങൾ കുടി നിയന്ത്രിക്കുന്നു. ഒരു സുന്ദര സായനത്തിൽ സ്വല്പം മദ്യം കഴിക്കുകയും പിറ്റേന്ന് അതിരാവിലെ സുഖമായി ഉണർന്നെണീറ്റ് തലയാട്ടിക്കൊണ്ട് തല ജോലി വ്യാപൃതം ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുന്നു. നിങ്ങളെ സംബന്ധിച്ചോളം മദ്യം യഥാർത്ഥ പ്രശ്നമല്ല, അത് മറ്റൊരാൾക്ക് എങ്ങനെ പ്രശ്നമായി തീർന്നു കാണുവാൻ നിങ്ങൾക്ക് കഴിയില്ല. അങ്ങനെ പ്രശ്നമായി തീർന്നാൽ നട്ടല്ലില്ലാത്തവൻ പമ്പര വിഡ്ഢിയുമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നു. സാധാരണ ഒരു തൊഴിലുടമയായിട്ടുള്ള ഒരാൾക്ക് അയാളൊരു നോർമൽ ഡ്രിങ്കറാണെങ്കിൽ അയാൾക്ക് ഒരിക്കലും ഇതൊരു രോഗമാണെന്ന് പറഞ്ഞാൽ അവരെപ്പോഴും ഇൻസിസ്റ്റ് ചെയ്യത്തില്ല. നമ്മളിപ്പോ ഒരു സാധാരണ നമ്മുടെ കുടുംബത്തിൽ തന്നെ ആണെങ്കിൽ നമ്മൾ ആരോടും പറയുന്നത് ഞാൻ ഇങ്ങനെ ആൽക്കഹോളിസം ആയിരുന്നു ഒരു പ്രോഗ്രാം വഴി പോകുന്നു. അപ്പൊ അവർ എന്തൊന്നും പ്രോഗ്രാം അവർക്ക് മനസ്സിലാവില്ല. അവര് പറയും ഞാനും കുടിക്കൂലോ, ഞാൻ ആഴ്ചയിൽ 3 ദിവസം കുടിക്കാലും 4 ദിവസം കുടിക്കാലും ഞാൻ ദിവസം കഴിക്കുന്നവരുണ്ടെന്ന് പറയും. ഇതിന്റെ രോഗാവസ്ഥ മനസ്സിലാക്കിയെടുക്കാന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഈ ചാപ്റ്റർ ഇന്നത്തെ കാലത്ത് ഇത് എനിക്ക് തോന്നുന്നു
വിദേശത്തൊക്കെ ഒരുപാട് ഈ നമ്മുടെ ബിഗ് ബുക്ക് ഇല്ലാത്ത കമ്പനികളൊന്നുമില്ല. അവർക്ക് നല്ല നല്ല കമ്പനികളാണ്. അവരുടെ ലൈബ്രറികളൊക്കെ ബിഗ് ബുക്കിനൊക്കെ ഒരു ബിഗ് ബുക്ക് സൂക്ഷിക്കും അവര്. മനസ്സിലായി. അതുകൊണ്ട് ബ്ലെയിം ചെയ്യാനൊക്കെ ആയിട്ട് അവർക്കൊക്കെ സാധിക്കും. I well remember that shock I received when a prominent doctor in Chicago told me of cases where pressure of the spinal fluid actually അതല്ല. ഓക്കെ, അത്യാവശ്യം ആകുമ്പോഴത്തേക്ക് ഞാൻ ഇതിനകത്ത് കുറച്ചുകൂടെ ഒന്ന് വർക്ക് ചെയ്തിട്ട് നമുക്ക് ഇതിനെ കുറച്ചുകൂടെ നല്ല രീതിയിൽ നമുക്ക് എടുക്കാൻ നോക്കാം കേട്ടോ. ഒരു അമിത മദ്യപാനിയായി ബന്ധപ്പെടുമ്പോൾ ഒരു മനുഷ്യനെ എങ്ങനെ ഇത്ര ബുദ്ധിമാനും നിലത്തുവാതിരുവാറ് കഴിയുമെന്നവനെ മാറുമെന്നും കഴിയുമെന്ന് സ്വാഭാവികം വെറുപ്പ് ആർക്കും ഉണ്ടാക്കുക. ഈ ദൂരം നിങ്ങൾ കൂടുതൽ നന്നായി മനസ്സിലാക്കുമ്പോൾ പോലും നിങ്ങളുടെ മേൽ പറഞ്ഞ വെറുപ്പ് വർദ്ധിക്കാനാണില്ല. സോ അതുകൊണ്ട് ഞാൻ ഇന്നിപ്പോ നമുക്കിവിടെ വെച്ച് നിർത്താം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ആഴ്ച കണ്ടിന്യൂ ചെയ്യാം. നേരത്തേക്ക് ഞാൻ കുറച്ചുകൂടെ ചാപ്റ്റർ ഒന്ന് എൻ്റെ ഇംഗ്ലീഷ് ബുക്കിൽ പല കാര്യങ്ങളും മാർക്ക് ചെയ്തിട്ടുണ്ട്, മലയാളത്തിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒന്ന് സ്റ്റഡി ചെയ്തിട്ട് എടുക്കാം. അതുകൊണ്ട് നമുക്ക് ഇന്ന് ഇവിടെ നിർത്തിയിട്ട് അടുത്ത 1/2 മണിക്കൂർ സമയമുണ്ടല്ലോ, നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാം. അതുപോലെ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ട്, ഇത്രയും നമ്മൾ എടുത്തതിനെ കുറിച്ചൊക്കെ ഒരു എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം പ്ലീസ്. നിങ്ങളോട് എനിക്ക് അപേക്ഷിക്കാനുള്ളത് പെട്ടെന്ന് മീറ്റിംഗ് ഇറങ്ങി ഓടാതെ തുറന്നൊരു സംവാദത്തിന് വരിക, സംവാദിക്കുക. നമുക്ക് എത്രമാത്രം നിങ്ങളുടെ ഒരു ചോദ്യം മറ്റു പലർക്കും പ്രയോജനപ്പെടും. അതുകൊണ്ട് ഈ ചാപ്റ്റർ ഞാൻ പറയുന്നതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ തന്നെയാണ്. അതുകൊണ്ട് തൊഴിലുടമകളോട് ഇതിനൊക്കെ എന്താ അറിഞ്ഞിരിക്കണം, വളരെ അറിഞ്ഞിരിക്കണം. ഇപ്പൊ തന്നെ ഇത്രയും വായിച്ചപ്പോൾ തന്നെ നമുക്ക് അത്ര അറിവുകൾ കിട്ടിയില്ലേ. ഫോർക്കസ്റ്റ് എന്ന് പറയുന്ന ഹരി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഹരിയെ കുറിച്ച് നമുക്ക് പറയാം. അദ്ദേഹത്തിന്റെ ദുരന്തങ്ങൾ, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വന്ന മദ്യപാനികളെ കുറിച്ചുള്ള ആളുകൾ, ഇതൊക്കെ നമ്മൾ സ്റ്റഡി ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും. അതുകൊണ്ട് നമ്മുടെ ബിഗ് ബുക്കിനെ നമ്മൾ ശരിക്കും അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് നമ്മൾ ഇറങ്ങി ഓടാതെ പറ്റുന്ന കഴിയുന്നിടത്തോളം അടുത്ത 25 മിനിറ്റോളം ഉണ്ടായിരുന്നിടയ്ക്ക് നമുക്ക് നല്ലൊരു, ഇതിന് മുമ്പത്തെ ചാപ്റ്ററിലാണെങ്കിലും കുഴപ്പമില്ല, എനിക്ക് എന്തെങ്കിലും സംശയങ്ങൾ അതിനകത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ ഇന്ന് ഇത്രയും എന്നോട് കേട്ടിരുന്നതിന് എന്നെ സഹകരിച്ചതിനും എല്ലാവരോടും നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം.